ഹായ് ഫ്രണ്ട്സ്, നമ്മൾ JEE സെഷൻ 2 എക്സാമിൻ്റെ ഭാഗമായിട്ട് റേസിൻ്റെ ചാനൽ നടത്തി വരുന്ന ഫൈനൽ ലാബ് സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഫിസിക്സിലെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ്, അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ലൈവിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ചാപ്റ്റേഴ്സ് മെയിനായിട്ട് ഇലക്ട്രോണിക് ഡിവൈസസ്, ദാറ്റ് ഇസ് സെമി കണ്ടക്ടേഴ്സ്, നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഫിസിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതേപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ന്യൂക്ലിയൈ, കിനമാറ്റിക്സ്. അപ്പോൾ ഈ ഒരു 6 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ തിയറി നിങ്ങൾ പക്കയാക്കിയിട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ JEE സെഷൻ 1 എക്സാമിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾ അതിൻ്റെ വീഡിയോസ് നമ്മളുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ സെഷൻ്റെയും മോർണിംഗ് ഷിഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഈവനിങ് ഷിഫ്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ വീഡിയോസ് നമ്മളുടെ റേസിൻ്റെ JEE ചാനലിൽ കിടക്കുന്നുണ്ട്. എല്ലാവരും ഈ ലൈവ് കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതിൽ ഫിസിക്സ് ആയാലും ശരി, കെമിസ്ട്രി ആയാലും ശരി, അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ, അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ, ആ വീഡിയോൻ്റെ ഡ്യൂറേഷൻ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതൊരു 30 മിനിറ്റോ മാക്സിമം പോയാൽ, ഫിസിക്സിൻ്റെ കേസിലൊക്കെ ഒരു 1.5 മണിക്കൂർ മാക്സിമം, അത് അത്രയും വിശദമായിട്ട് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പേപ്പേഴ്സ് ആയിരുന്നു കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ നടന്നിരിക്കുന്നത്. മാത്സിൻ്റെ കാര്യം മാത്രമാണ് കുറച്ച് ടൈറ്റ്. മാത്സ് കുറച്ച് ലെങ്തി വീഡിയോസാണ്, ഒരു 3 മണിക്കൂർ റേഞ്ചിലുള്ള വീഡിയോസാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട ഈ 6 ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ സെറ്റ് ഡയറക്ഷൻ, ഓക്കെ, വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് സെറ്റ് ഡയറക്ഷൻ, which one of the following combination gives the correct possible direction of E vector and B vector field respectively? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ. ഈ തന്നിരിക്കുന്ന കോമ്പിനേഷനിൽ ഏത് കോമ്പിനേഷനാണ് ഈ വെക്ടറിനെയും ബി വെക്ടറിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സെറ്റ് ഡയറക്ഷനിലാണ് എന്ന് ക്വസ്റ്റ്യനിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സെറ്റ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ 2 കാര്യങ്ങൾ നമ്മൾ ഓർത്താൽ മതി. ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് അത് രണ്ടും എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അതാണ്. അതായത് നമുക്കറിയാം, ഇത് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കാം, ഇത് വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കാം, ഇത് സെഡ് ആക്സിസ് ആണെന്ന് വിചാരിക്കാം. സോ നമുക്കൊരു കാര്യം അറിയാം, ഇഫ് ദിസ് ഇസ് ബി വെക്ടർ, ഇത് ബി വെക്ടർ ആണെങ്കിൽ, ഇത് ഇ വെക്ടർ ആണെങ്കിൽ, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇസ് അലോങ് എക്സ് ആക്സിസ്. അതായത് ഇങ്ങനൊരു ഫിഗർ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഉദാഹരണത്തിന് മൂവിങ് ചാർജസ് മാഗ്നറ്റിക്സിലോ അല്ലെങ്കിൽ EM വേവ്സിലോ നമ്മൾ ഇങ്ങനൊരു ഫിഗർ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഫിഗേഴ്സ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള ഫിഗേഴ്സ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം അറിയാം, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം മ്യൂച്വലി എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇത് മൂന്നും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് ഇതിന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇ ക്രോസ് ബി ആയിരിക്കും എന്തിൻ്റെ ഡയറക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എപ്പോഴും എന്തായിരിക്കും, ഇ ക്രോസ് ബി ആയിരിക്കും എന്നുള്ള കാര്യം, എന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാം. ആൻഡ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളൊരു ലോജിക്കിൽ നിന്ന് നമുക്ക് മറ്റൊരു ലോജിക്ക് പറയാം. എന്താണ് ആ ലോജിക്ക്? ഇ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇ ഡോട്ട് ബി എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താ, ഈ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബി വെക്റ്റർ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ക്ലിയർ ആണോ? അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എന്ത്, ഇ ഡോട്ട് ബി എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇ ക്രോസ് ബി എന്തായിരിക്കും, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിരിക്കും. ആൻഡ് ഇ ഡോട്ട് ബി എന്തായിരിക്കും, 0 ആയിരിക്കും, ബിക്കോസ് ഇ വെക്റ്റർ ഇസ് പെർപെൻഡിക്കുലർ ടു ബി വെക്റ്റർ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് അറിയാം, ഈ 2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം കിട്ടും കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മളൊരു കാര്യം ചെക്ക് ചെയ്താൽ മതി, അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണോ എന്നും അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് സെറ്റ് ഡയറക്ഷനിലാണോ എന്നും ചെക്ക് ചെയ്താൽ മതി.
തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ എടുത്ത് നോക്കാം. ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താ വരിക? ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 2 × 1 പ്ലസ് 3 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 6 ദാറ്റ് ഈസ് 8. സോ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 അല്ല. സോ ദിസ് ഓപ്ഷൻ ഈസ് റോങ്. ഡോട്ട് പ്രൊഡക്റ്റ് 0 അല്ല. ആൻഡ് ഈ ഓപ്ഷൻ നോക്കി, ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. എന്ത് വരും? -2 × 3 ദാറ്റ് ഈസ് -6 പ്ലസ് -3 × -2 ദാറ്റ് ഈസ് 6. സോ ദ ആൻസർ ഇസ് 0. സോ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. സോ ഉത്തരം ഇതാവാനുള്ളൊരു സാധ്യത ഉണ്ട്. ഈ ഡോട്ട് ബി ചെയ്തപ്പോൾ 0 കിട്ടി. ഇനി അടുത്ത നോക്കിയേ, 3 × 4 ദാറ്റ് ഈസ് 12 പ്ലസ് 4 × -3 -12 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഇതും ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവാനുള്ള ചാൻസ് ഇവിടെയും കാണുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ നോക്കിയേ, 1 × 2 ദാറ്റ് ഈസ് 2 പ്ലസ് 2 × -1 ദാറ്റ് ഈസ് -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ആൻഡ് ഇതും ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന്ന് നമുക്ക് ഒരൊറ്റ കാര്യമാണ് മനസ്സിലായത്. ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം? ഡോട്ട് പ്രൊഡക്റ്റ് 0 വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തൊരു കാര്യം നമ്മൾ ചെയ്യണം. എന്താണ് അടുത്തൊരു കാര്യം? നമുക്ക് എന്ത് കിട്ടണം? അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് സെഡ് ഡയറക്ഷനിലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ ആദ്യത്തെ ക്രോസ് പ്രൊഡക്റ്റ് ഞാൻ എടുത്തു. സോ ആദ്യത്തെ ക്രോസ് പ്രൊഡക്റ്റ് ഞാൻ എടുക്കാൻ പോകാം കേട്ടോ. ദിസ് വൺ. ഓക്കെ, ദിസ് വൺ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? IJK എന്ന് എഴുതി. ഓക്കെ, IJK എന്ന് ഞാൻ എഴുതി. -2 -3 and k is 0, and here it is 3 and it is -2 and is 0. So നമുക്ക് എന്ത് കിട്ടും? This is equal to I into I cap 0 ആയിട്ട് പോവും, 0 - 0 minus j into jയും 0 ആയിട്ട് പോവും, 0 - 0 പ്ലസ് k ഇൻറ്റു എന്ത് വരും മക്കളെ? ഓക്കെ, -2 × -2. -2 × -2 എന്താ? ഇറ്റ് ഈസ് 4. ഇറ്റ് ഈസ് 4 -3 × -3. 3 × -3 is actually 9. In the 9 -9. So we get 13k cap. So we get the answer. In the answer നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 13k cap എന്ന് കിട്ടി. അപ്പോൾ അതിന് നമുക്കൊരു കാര്യം മനസ്സിലായി. ക്രോസ് പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ഇ ക്രോസ് ബി നമ്മൾ കണ്ടപ്പോൾ, ദിസ് ഇസ് ഇ ക്രോസ് ബി, ആക്ച്വലി ദിസ് ഇസ് ഇ ക്രോസ് ബി. സോ ഇ ക്രോസ് ബി നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയത് എന്താണ്? 13k cap ആണ്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് മനസ്സിലാവുക? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, സെഡ് ഡയറക്ഷനിലാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് മൂവ് ചെയ്യുന്നത്. സോ ആൻസർ ഇസ് ആക്ച്വലി ബി. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അടുത്തൊരു ഓപ്ഷൻ എടുക്കാം. ഈ 3i cap + 4j cap, ആ ഒരു ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ആ ഒരു സംഭവം എടുത്ത് നോക്കിയേ. അടുത്തൊരു സംഭവം ഞാൻ എടുക്കാം കേട്ടോ. അടുത്ത് ഈ ഒരു സംഭവം എടുത്തു. ജസ്റ്റ് നോക്കിയേ, 3i cap + 4j cap. ഓക്കെ, 3i cap + 4j cap. റെഡി? ആൻഡ് 4i cap - 3j cap. ഇതാണ് നമ്മുടെ വെക്ടേഴ്സ് വരുന്നത് അല്ലേ? 4i cap - 3j cap. ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ഒന്ന് കണ്ടു നോക്കിയേ. ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് E cross B. If this is E and this is B, so E cross B implies this is I, this is J, this is K, and here this is 3, this is 4, and this is 0. ആൻഡ് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എന്താ? 4 - 3 0. സോ ഇവിടെയും ഐയും ജെയും ചെയ്ത 0 ആണ് കിട്ടുക. കെൻ്റെ മാത്രം നോക്കിയാൽ മതി. 3 × -3 ദാറ്റ് ഈസ് 3 × -3 എന്താ? K × 3 × -3 is -9, minus 4 × 4 is 16, 4 × 4 16, -9 -16 -25k cap. സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് -k cap. അവിടെ -k cap ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ -k cap വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അത് -z ഡയറക്ഷനിലാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താ? ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് z ഡയറക്ഷൻ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? z ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ഓപ്ഷൻ വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി ഇതും എടുത്ത് ചെയ്ത് നോക്കിക്കോ. I + 2j 2i - j. അതും എടുത്ത് ചെയ്ത് നോക്കിയാലും നമുക്ക് എന്ത് മനസ്സിലാവും? അവിടെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കുക. അതും സെഡ് ഡയറക്ഷനിലാണോ എന്ന് നോക്കുക. എങ്കിൽ സെഡ് ഡയറക്ഷനിലാണെങ്കിൽ മാത്രമേ അത് എന്ത് വരൂ? ഈ വെക്ടറും ബി വെക്ടറുമായിട്ട് വരൂ, അല്ലെങ്കിൽ ആൻസർ റോങ് ആണ്. സോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത് ഓപ്ഷൻ ബി ആണ്. അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയി. ആൻഡ് അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്തായി? ക്രോസ് പ്രൊഡക്റ്റ് k cap, ദാറ്റ് ഈസ് സെഡ് ഡയറക്ഷനിൽ വരികയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇ ക്രോസ് ബി ചെയ്താൽ നമുക്ക് സെഡ് ഡയറക്ഷനിലാണോ കിട്ടുന്നത്, k cap ആണോ കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്യുക.
ഓപ്ഷൻ എന്നാണ് നോക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ, ഇ വെക്ടറും ബി വെക്ടറും ഡയറക്ഷൻ ഓഫ് ഇ എം വേവും മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇ വെക്ടർ ഡോട്ട് ബി വെക്ടർ ഒന്നൊന്നിന് ഇ വെക്ടറും ബി വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ എപ്പോഴും ആൻസർ വരിക 0 ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് ഇവിടെ ഓപ്ഷൻ ബി ആണ്. റെഡി ആണോ? വളരെ സിമ്പിൾ. അപ്പോൾ ഡി ഓപ്ഷൻ നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഡി ഓപ്ഷനിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അതും നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല, കെ ക്യാപ്പിലാണെന്ന് കിട്ടില്ല. സോ ഓപ്ഷൻ ഹിയർ ഈസ് ഓപ്ഷൻ ബി. റെഡി? ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്യൂറിംഗ് ദ പ്രൊപ്പഗേഷൻ ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ എ മീഡിയം, electric energy density is double the magnetic energy density. Electric energy density is half the magnetic energy density. Electric energy density is equal to magnetic energy density. Both electric and magnetic energy densities are 0. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനർജി ഇസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമോങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. സോ ഇലക്ട്രിക് എനർജി ഡെൻസിറ്റി ഷുഡ് ബി ഈക്വൽ ടു മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് വന്നൊരു ക്വസ്റ്റൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഇലക്ട്രിക് എനർജി ഡെൻസിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക യു വെച്ചിട്ടാണ്. യുവിൻ്റെ ഇക്വേഷൻ എന്താ, ഇലക്ട്രിക് എനർജി ഡെൻസിറ്റി ഇക്വേഷൻ എന്താ, ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ആണ്. ആൻഡ് മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി യു ബി വെച്ച് നമുക്ക് എഴുതാം. അതിന് ഇക്വേഷൻ എന്താ, 1/2 μ0 ബി സ്ക്വയർ. റെഡി? സോ ഇത് രണ്ടും പരസ്പരം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കാരണം ഇലക്ട്രിക് നമ്മുടെ എനർജീനെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കാണാനായിട്ട് പറ്റും. സോ ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇലക്ട്രിക് എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി ആണ് വരിക. ഹിയർ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ബൈൻഡിങ് എനർജി per nucleon for tin SN 5120. Mass of proton is given as ഇത്ര തന്നിട്ടുണ്ട്. മാസ് ഓഫ് ന്യൂട്രോൺ ഇസ് ഗിവൺ. മാസ് ഓഫ് ടിൻ ന്യൂക്ലിയസ് ഇസ് ഗിവൺ. ടേക്ക് 1U = 931 MB. വളരെ ഡയറക്റ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റൻ ആണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അതിന് മുന്നേ നമ്മൾ ആദ്യം ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കണം. ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കണം. അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും. സോ മാസ് ഡിഫക്റ്റ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ മാസ് ഡിഫക്റ്റ് ഹിയർ വളരെ സിമ്പിൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ +2 RU വെച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഇവിടെ ചെയ്യാം. നമുക്ക് മാസ് ഡിഫക്റ്റിൻ്റെ ഇക്വേഷൻ അറിയാം. മാസ് ഡിഫക്റ്റിൻ്റെ ഇക്വേഷൻ എന്താ, ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു നമുക്കറിയാം ZMP പ്ലസ് A minus Z into Mn minus M. So this is the equation for mass defect. Mass defect equation ഇതാണ്. ഈ മാസ് ഡിഫക്റ്റിൻ്റെ ഇക്വേഷനിൽ Z എന്താണ്, അറ്റോമിക് നമ്പർ ആണ്, A മാസ് നമ്പർ ആണ്, MP മാസ് ഓഫ് പ്രോട്ടോൺ ആണ്, Mn മാസ് ഓഫ് ന്യൂട്രോൺ ആണ്, M is the total mass of the ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഹിയർ ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു what is Z? Z is here 50 അല്ലേ തന്നിരിക്കുന്നത്, 50 ആണ് തന്നിരിക്കുന്നത്. സോ 50 into MP mass of proton is given as 1.00783 plus A minus Z. A is here 120. അതൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. SN 50 120 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമുക്കറിയാം XZA. Z is the atomic number, A is the mass number. വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം. സോ A മൈനസ് Z 120 മൈനസ് 50 ഇൻറ്റു Mn. Mn ഇസ് ഹിയർ 1.00867. ഓക്കെ, വളരെ സിമ്പിൾ. മൈനസ് M. ഓക്കെ, minus M. What is M? Mass of tin nucleus, that is 119.902. Okay, this is the total mass of the tin nucleus. Okay, here on solving this നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ആൻസർ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. 1.0962. അത് നമ്മൾ സോൾവ് ചെയ്യാൻ വേണം. U എന്ന് നമുക്ക് കിട്ടും. 1.0962 U നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കണം, എന്നിട്ട് മൈനസ് ചെയ്ത് നോക്കണം. നമുക്ക് അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും, 1.0962 U അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ആൻഡ് അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് മാസ് ഡിഫക്റ്റ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കണം. ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, EB ഈസ് ഈക്വൽ ടു ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു മാസ് ഡിഫക്റ്റ് ഇൻറ്റു C² ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ M ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. സോ ദിസ് ഇസ് അവർ ബൈൻഡിങ് എനർജി. വളരെ സിമ്പിളായിട്ട് ബൈൻഡിങ് എനർജി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ, ആൻഡ് ഹിയർ EB ഇസ് ഈക്വൽ ടു നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം,
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഡെൽറ്റ എം എത്രയാ? 1.0962 ഇൻറ്റു 931 MeV. സോ ഹിയർ ആൻസർ ഇസ് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 10.56 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാനിവിടെ ഇൻറ്റു കൂട്ടുക, കുറയ്ക്കുക, ഇൻറ്റു ചെയ്യുക, അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ഒഴിവാക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. സോ നമ്മുടെ ആൻസർ എന്ത് വരും? 1020.56 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇ ബിന്റെ വാല്യൂ 1020.56 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ആൻഡ് ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ, നമ്മളിവിടെ നിർത്തരുത്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. ദാറ്റ് ഇസ് EBN എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന വാല്യൂ ആണ്. അതിന് ഇക്വേഷൻ എന്താ? EB ഡിവൈഡഡ് ബൈ മാസ് നമ്പർ. സിമ്പിൾ. എന്ത് വരും? 1020.56 ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ദ മാസ് നമ്പർ ഓഫ് SN? നമുക്കറിയാം 120 ആണ് അല്ലേ? 120 ആണ്. 120 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ അവർ ആൻസർ ഇസ് അപ്രോക്സിമേറ്റ്ലി, ഇത് കറക്റ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടിക്കണം. അത് കാരണം 8.5 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 7.5 ഉണ്ട്, എല്ലാം അടുത്തടുത്തുള്ള ഓപ്ഷനാണ്. നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ, സോ അവർ ആൻസർ ഇസ് 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. റെഡി? സോ ഹിയർ ആൻസർ ഇസ് 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്തു വയ്ക്കാം. നമ്മൾ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിച്ചു, നമ്മൾ ബൈൻഡിങ് എനർജി കണ്ടുപിടിച്ചു, നമ്മൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കണ്ടുപിടിച്ചു. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് ഈ 3 ഇക്വേഷൻസ് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. ന്യൂക്ലിയസ് AP എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. Having mass number 220 and its binding energy per nucleon, mass number is 220 and its binding energy per nucleon is 5.6 mega electron volt. It splits into 2 fragments B and C of mass numbers 105 and 115. The binding energy of nucleons in B and C are 6.4 mega electron volt per nucleon. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എനർജി Q released per fission will be. എനർജി Q റിലീസ്ഡ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. എ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് B+C ആയിട്ട് മാറുന്നു, പ്ലസ് കുറച്ച് എനർജി Q ഫാക്ടർ പുറത്തേക്ക് ഉണ്ടാവുന്നു. Q ഫാക്ടർ നമ്മൾ വിളിക്കും അല്ലേ? അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ എനർജി റിലീസ്ഡ് Q പെർ ഫിഷൻ. വളരെ സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? എനർജി റിലീസ്ഡ് Q ഇസ് ഈക്വൽ ടു ബീൻ്റെ എനർജി മാസ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ബീൻ്റെ എനർജി പ്ലസ് സീൻ്റെ എനർജി മൈനസ് എൻ്റെ എനർജി. വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി അല്ലേ? നമുക്ക് ബൈൻഡിങ് എനർജീസ് ഗിവൺ ആണ്. ബൈൻഡിങ് എനർജി തന്നിട്ടുണ്ട്. ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ B and C ഇസ് ഗിവൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൻഡ് മാസ് നമ്പേഴ്സ് ഇസ് ഗിവൺ. അപ്പോൾ ബീൻ്റെയും സീൻ്റെയും കൂട്ടിയിട്ട് അതിൽ നിന്ന് A കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇവിടെ ബീൻ്റെ എത്രയാടാ? അത് 105 ആണ് അല്ലേ? 105 ആണ് ബീൻ്റെ മാസ് നമ്പർ. ഇൻറ്റു അതിൻ്റെ ബൈൻഡിങ് എനർജി എത്രയാ? 6.4 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. റെഡി? 105 ഇൻറ്റു 6.4 പ്ലസ് സീൻ്റെ എത്രയാടാ? 115 ഇൻറ്റു അതിൻ്റെ ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലിയോൺ എന്താണ്? അതും 6.4 ആണ്. 6.4 അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? എൻ്റെ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര എനർജി റിലീസ്ഡ് ആയി എന്ന് കിട്ടും. എൻ്റെ മാസ് നമ്പർ എത്രയാ? 220 ഇൻറ്റു അതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എത്രയാ? 5.6 ആണ്. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? പ്രൊഡക്ട്സിൻ്റെ എനർജിയിൽ നിന്ന് നമ്മുടെ ആരുടെ എനർജി കുറച്ചാൽ മതി? നമ്മുടെ ഏതാണോ എന്തിൽ നിന്നാണോ ഉണ്ടായത് റിയാക്റ്റൻറ്റിൻ്റെ എനർജി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? Q ഫാക്ടർ, എനർജി റിലീസ്ഡ് നമുക്ക് കിട്ടും. സോ ഹിയർ ആൻസർ ഈസ് അപ്രോക്സിമേറ്റ്ലി 176 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്യണം എങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. 105 ഇൻറ്റു 6.4 ചെയ്യാം, 115 ഇൻറ്റു 6.4 ചെയ്യാം, അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? 220 ഇൻറ്റു 5.6 ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. വീണ്ടും ന്യൂക്ലിയർ എന്ന് ചോദിക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ തന്നാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്ത്, എങ്ങനെയാണ് ഇത് ജസ്റ്റ് വർക്കൗട്ട് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവും. സോ ഹിയർ ആൻസർ ഇസ് 176 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. റെഡി? വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. യെസ്, നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, സോ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ഫ്രീ ന്യൂട്രോൺ ഡീക്കേസ് ഇൻ ടു എ പ്രോട്ടോൺ ബട്ട് എ ഫ്രീ പ്രോട്ടോൺ ഡസ് നോട്ട് ഡീക്കേ ഇൻ ടു എ ന്യൂട്രോൺ. ദിസ് ഇസ് ബിക്കോസ്. അതാണ് ചോദ്യം. ഒരു ഫ്രീ ന്യൂട്രോൺ എന്ത് ആയിട്ട് ഡീക്കേ ചെയ്യുന്നുണ്ട്? ഒരു പ്രോട്ടോൺ ആയിട്ട് ഡീക്കേ ചെയ്യുന്നുണ്ട്. ബട്ട് എ ഫ്രീ പ്രോട്ടോൺ ഡസ് നോട്ട് ഡീക്കേ ഇൻ ടു ന്യൂട്രോൺ. ഇത് ഡയറക്റ്റ് നമ്മൾ പഠിച്ചു വെക്കേണ്ട ന്യൂക്ലിയസിലെ ഒരു എന്താണ്
തിയറി ക്വസ്റ്റൻ ആണ്. കാരണം എന്താണ്, ന്യൂട്രോണ് എന്ത് കൂടുതലാണ്, റെസ്റ്റ് മാസ് കൂടുതലാണ് ആരെക്കാട്ടിലും, പ്രോട്ടോണേക്കാട്ടിലും. അപ്പോൾ അവിടെ എന്ത് നടക്കാനുള്ള സാധ്യതയില്ല, പ്രോട്ടോൺ ന്യൂട്രോൺ ആയിട്ട് മാറാനുള്ള സാധ്യതയില്ല. ന്യൂട്രോൺ എന്തായിട്ട് മാറാനേ സാധ്യതയുള്ളൂ, പ്രോട്ടോൺ ആയിട്ട് മാറാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ന്യൂട്രോൺ ഹാസ് ലാർജർ റെസ്റ്റ് മാസ് ദാൻ പ്രോട്ടോൺ. അതുകൊണ്ടാണ് ന്യൂട്രോൺ പ്രോട്ടോൺ ആയിട്ട് മാറിയാലും പ്രോട്ടോൺ തിരിച്ച് ന്യൂട്രോൺ ആയിട്ട് മാറാത്തത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, സോ ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. റെഡി? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ച അടുത്തൊരു ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ്. നമ്മൾ യൂണിറ്റുകൾ എന്ത് ചെയ്താൽ മതി, മാച്ച് ചെയ്താൽ മതി. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ. സോ ന്യൂട്ടൺ മീറ്റർ ആണ് ആരുടെ യൂണിറ്റ്, ടോർക്കിൻ്റെ യൂണിറ്റ്. സോ ന്യൂട്ടൺ മീറ്റർ ഇസ് ടോർക്ക്. സോ എ കറസ്പോണ്ട്സ് ടു 3, എ കറസ്പോണ്ട്സ് ടു 3. 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത സ്ട്രെസ് ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഫോഴ്സിൻ്റെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ദിസ് ഓപ്ഷൻ ഇസ് കറക്റ്റ് അല്ലേ, ലാസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ബി കറസ്പോണ്ട്സ് ടു 4. ക്ലിയർ? ഇനി ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഹീറ്റ് പെർ യൂണിറ്റ് മാസ് അല്ലേ, ഹീറ്റ് എനർജി പെർ യൂണിറ്റ് മാസ്. അതിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് വിളിക്കുക. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് നമ്മൾ പഠിച്ചില്ലേ, വെപ്പറൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എൽ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എം. So Q is actually joule per kilogram. So answer is option 2 അല്ലേ, 2 ആണ്. So latent heat C is 2 and power is equal to we know that power is equal to energy by time or work by time. Work is actually Newton meter by second. So answer is Newton meter per second, option A. So D1 option B is our correct answer. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഓർത്തു വയ്ക്കാം. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ് ഇത് നമ്മുടെ ഫിസിക്സ്, എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് എന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റുഡൻറ്റ് മെഷറിംഗ് ദ ഡയമീറ്റർ ഓഫ് എ പെൻസിൽ ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വെർനിയർ സ്കെയിൽ റെക്കോർഡ്സ് ദ ഫോളോയിങ് 4 റീഡിങ്സ്: 5.10 millimeter, 5.55 millimeter, 5.45 millimeter, 5.65 millimeter. 4 റീഡിങ്സ് അയാൾ മെഷർ ചെയ്തു കേട്ടോ. The average of these readings is 5.5375 millimeter. അതും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ഡയറക്റ്റ് ആണ്. And the standard deviation of the data is 0.07395 millimeter. The average diameter of the pencil should therefore be recorded as. ഓക്കെ, ദ ആവറേജ് ഡയമീറ്റർ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആവറേജ് ഓഫ് ദീസ് റീഡിങ്സ് എന്താ, 5.5375 millimeter ആണ്. പ്ലസ് ഓർ മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് വരുന്നത്, 0.07395 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മെഷർമെൻറ്റ്സിൽ ആകെ പോയിന്റിന് ശേഷം 2 ഡെസിമൽ പോയിൻ്റേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചോ, മെഷർമെൻറ്റിൽ പോയിന്റിന് ശേഷം ആകെ 2 എന്തേ ഉള്ളൂ, ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അപ്പോൾ ഉത്തരത്തിലും പോയിന്റിന് ശേഷം 2 ഡെസിമൽ പ്ലേസേ ഉണ്ടാവാൻ പാടുകയുള്ളൂ. സോ നമ്മളുടെ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ചുരുക്കണം. പോയിന്റിന് ശേഷം 2 ഡെസിമൽ പ്ലേസ് ആയിട്ട് നമ്മൾ ആൻസറിനെ ചുരുക്കണം. സോ എങ്ങനെ ചുരുക്കാൻ പറ്റും, ഇതിൽ പോയിന്റിന് ശേഷം 2 ഡെസിമൽ പ്ലേസുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ അതായിരിക്കും നമ്മുടെ ആൻസർ. നമ്മൾ ചുരുക്കാനൊന്നും നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല, നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യണം. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാരണം നമ്മൾ ഈ 5നെ കളയുക, 8 ആക്കുക, 8 കാരണം 4ആയി, അപ്പോൾ 5.54 അല്ലേ. നമുക്ക് റൗണ്ടിങ് ഓഫിൻ്റെ റൂൾസ് ഒക്കെ അറിയാം. 5 ആണ് അവസാനം സംഖ്യ വരുന്നതെങ്കിൽ, തൊട്ടു മുന്നത്തെ സംഖ്യ ഓടാണെങ്കിൽ, 5 ആണ് അവസാനം വരുന്നതെങ്കിൽ, തൊട്ടു മുന്നത്തെ സംഖ്യ ഓടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1 കൂട്ടണം. അപ്പോൾ ഇത് 8ആയി മാറി അല്ലെ, ഇത് 8ആയി മാറി. 8നെ കളയണം, 5ൽ കൂടുതൽ സംഖ്യ ആണെങ്കിൽ തൊട്ടു മുന്നത്തെ സംഖ്യ 1 കൂട്ടണം. അപ്പോൾ 5.54 ആയി മാറി. സോ ദിസ് ഈസ് 5.54 ആയി മാറി അല്ലെ. പ്ലസ് ഓർ മൈനസ് 5 ആണ് കളയേണ്ടതെങ്കിൽ
തൊട്ട് മുന്നത്തെ സംഖ്യ ഓടാണെങ്കിൽ 1 കൂട്ടണം. അപ്പോൾ ഇത് 10 ആയിട്ട് മാറി. 0, 1, 4 ആയിട്ട് മാറി. സോ 0.074 ആയിട്ട് മാറി. പക്ഷേ 0.07 പാടുള്ളൂ. 4 ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, വെറുതെ കളയാം. സോ ആൻസർ ഈസ് 0.07 ആണ് നമ്മുടെ ആൻസർ. 5.54 പ്ലസ് ഓർ മൈനസ് 0.07 ആയിരിക്കും നമ്മളുടെ ആൻസർ. റെഡി? സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കേണ്ട, റൗണ്ടിങ് ഓഫും ചെയ്തു നോക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷനിൽ ഏതാണോ നമ്മൾ എന്ത് നോക്കി ചെക്ക് ചെയ്താൽ മതി. പോയിന്റ് ചെയ്ത് 2 ഡെസിമൽ പ്ലേസുള്ള ഏത് ഓപ്ഷൻ ആണുള്ളത് അത് ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. യൂസിങ് സ്ക്രൂ ഗേജ്, വീണ്ടും എക്സ്പെരിമെന്റൽ ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Using screw gauge of pitch 0.1 centimeter and 50 divisions on its circular scale, the thickness of an object is measured. It should correctly be recorded as എന്നുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പിച്ച് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഡിവിഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ലീസ്റ്റ് കൗണ്ട് ആണ്. പഠിച്ചു വെച്ചോ, നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് ഡിവൈഡഡ് ബൈ number of divisions on circular scale. Pitch divided by number of divisions on circular scale ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആളാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്, LC നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ പിച്ച് എത്രയാണ്? 0.1 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. അപ്പോൾ ഏകദേശം 0.002 വരും അല്ലേ? 0.002 വരും. 0.01/5 വരും. അപ്പോൾ ഏകദേശം 0.002 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. 0.002 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ കാര്യം ചെക്ക് ചെയ്താൽ മതി. അവർ ആൻസർ വിൽ ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദിസ് ലീസ്റ്റ് കൗണ്ട്. ആൻസർ എന്തായിരിക്കും? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ മെഷർമെൻറ്റ് ആൻസർ. സോ ഇവിടെ ഓപ്ഷൻ 1 അവസാനം വരുന്നത്, 5 അവസാനം വരുന്നത്, 3 അവസാനം വരുന്നത്. സോ ഓപ്ഷൻ ഈസ് 4 അവസാനം വരുന്ന ഈവൺ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. കാരണം നമ്മളുടെ 0.002 ആണ് നമ്മളുടെ എന്ത് വരുന്നത്, നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്, ഇവിടെ ലീസ്റ്റ് കൗണ്ട് ആയിട്ട് വരുന്നത്. സോ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ ഇറ്റ് ഷുഡ് ബി ആൻ ഈവൺ നമ്പർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ അറ്റ് എ ടൈം t is equal to 0 and moves along the positive x-axis. It moves along x-axis. The graph of velocity with respect to time is shown in the figure. What is the position of the particle at time t is equal to 5 seconds? At t is equal to 5 seconds, the position of the particle ചോദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അറ്റ് ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഗ്രാഫ് എവിടെയൊക്കെ വരുന്നു നോക്കിയാൽ, അതാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കേട്ടോ. ഇതാണ് ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡിലെ ഗ്രാഫ്. അപ്പോൾ ഇത്രയും ഭാഗത്തെ ഏരിയ കണ്ടുപിടിച്ചാൽ വി ക്യാൻ ഗെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഓർ പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം, ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻ അല്ലേ, സെയിം. സോ ഏരിയ കണ്ടുപിടിച്ചാൽ മതി, എസ് കണ്ടുപിടിക്കാൻ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്താൽ മതി, സോ ഏരിയ ഇസ് ഈക്വൽ ടു, ഇവിടെ ഏരിയ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഇതുവരെ ട്രയാങ്കിൾ ആണ്, ഇതുവരെ സ്ക്വയർ ആണ് അല്ലേ, അവിടുന്ന് അങ്ങോട്ട് റെക്റ്റാങ്കിൾ ആണ്. 3 എണ്ണത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ, 1, 2, 3 എണ്ണത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. വളരെ സിമ്പിൾ. നോക്കിക്കോട്ടോ, ഏരിയ ഇസ് ഈക്വൽ ടു, ഇത് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇവിടെ ബേസ് എത്രയാ, ബേസ് ഇത്ര ദൂരല്ലേ, ഇത്ര ദൂരം. 0 നിന്ന് 2ലേക്ക് 2 അല്ലേ, 2 ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ, 2 കാരണം ഹൈറ്റും 2 ആണ്, ട്രയാങ്കിളിൻ്റെ ഹൈറ്റും 2 ആണ്. പ്ലസ് സ്ക്വയറിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൂരം ഇൻറ്റു ഈ ദൂരം. സോ ഈ ദൂരം ഇൻറ്റു ഈ ദൂരം എന്താ, 4 - 2 ദാറ്റ് ഈസ് 2 ഇൻറ്റു ഈ ദൂരം എന്താ 0 2 വരെ 2 ആണ്, 2 ഇൻറ്റു 2 വരും അല്ലേ. പ്ലസ് ഈ നമ്മുടെ ലാസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ തേർഡ് സ്ഥാനത്തിൻ്റെ എന്താ, അതിൻ്റെ ലെങ്ത് എത്രയാ, 4 നിന്ന് 5ലേക്ക് 1 അല്ലേ, 1 ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് എത്രയാ, അതിൻ്റെ ഹൈറ്റ് ഇത്രയും വരുന്നുണ്ട് അല്ലേ, ഇത്രയും ഹൈറ്റ് ആണ് വരുന്നത്. സോ 3 അല്ലേ, 3 ആണ് അതിൻ്റെ ഹൈറ്റ്. സോ അവർ ആൻസർ ഈസ് 2 + 4 + 3 ആൻഡ് 6 + 3 ദാറ്റ് ഈസ് 9 മീറ്റർ. സോ അവർ ആൻസർ ഈസ് 9 മീറ്റർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റെഡി, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൽ നമുക്കൊരു എന്തില്ല, കൺഫ്യൂഷനും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ കാർ റേസ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്, കാർ എ ടേക്സ് എ ടൈം ടി ലെസ് ദാൻ കാർ ബി അറ്റ് ദ ഫിനിഷ്. ഇമ്പോർട്ടൻ്റ് ആണ്. കാർ എ ടേക്സ് എ ടൈം ടി ലെസ് ദാൻ കാർ ബി അറ്റ് ദ ഫിനിഷ് ആൻഡ് പാസസ് ഫിനിഷിംഗ് പോയിന്റ് വിത്ത് എ സ്പീഡ് വി മോർ ദാൻ ദി കാർ ബി. കാർ എൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാർ എ ടേക്സ് ടി ലെസ് ദാൻ കാർ ബി ഇൻ ദ ഫിനിഷ് and passes finishing point with a speed v more than car b. Okay, both the cars starts from rest, important, and travel with the constant acceleration a1 and a2. The v is equal to, v ന്റെ ഒരു കോംപ്ലക്സ് ഇക്വേഷൻസ് 4 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം നോക്കാം, വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം നോക്കാം. നോക്കിക്കോട്ടോ, ഞാൻ ഇവിടെ ഒരു ചിത്രം വരച്ചു. യെസ്, ഇതാണ് നമ്മളുടെ എന്ത് ഡിസ്റ്റൻസ്, എയും ബിയും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇതാണ്. സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, യു ഇസ് ഈക്വൽ ടു 0, ഇവിടെ എത്തി അല്ലേ, ഇവിടെ എത്തി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം ഡിഫൈൻ ചെയ്തു. ലെറ്റ് t0 ബി ദ ടൈം ടേക്കൺ ബൈ എ ടു റീച്ച് ദ ഫൈനൽ പോയിന്റ്. എ എടുക്കുന്ന സമയം t0 ആണ് എന്ന് ഞാൻ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. ലെറ്റ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടോ, t0 ആണ് ടൈം ടേക്കൺ ബൈ A to reach finishing point. അപ്പോൾ t0 ആണ് എ എടുത്ത സമയമെങ്കിൽ what is the time taken by B? അത് t0 പ്ലസ് ടി ആയിരിക്കും. കാരണം എന്താ, എ ആണ്, എ കുറവ് സമയം എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ ടൈം ടേക്കൺ ബൈ ബി എന്തായിരിക്കും, t0 പ്ലസ് ടി ആയിരിക്കും. അപ്പോൾ t0 is the time taken by A to reach the finishing point, time taken by B to reach the finishing point എന്തായിരിക്കും, time taken by B to reach finishing point എന്തായിരിക്കും, it is actually t0 plus t ആയിരിക്കും, t0 plus t ആയിരിക്കും. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എയുടെ വെലോസിറ്റി എന്തായിരിക്കും, നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആയിരിക്കും. ആക്സിലറേഷൻ ഈസ് ഗിവൺ as a1 ഇൻറ്റു what is our time taken by a, it is t0. so va is equal to a1 into t0 നമുക്ക് എഴുതാം. what is the velocity of b? that can be written as a2 is a velocity acceleration of b, so a2 into time taken by b to reach the finishing point is t0 plus t എന്ന് എഴുതാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. t0 പ്ലസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ എ ടേക്സ് എ ടൈം ടി ലെസ് ദാൻ കാർ ബി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ എടുത്ത്, നമ്മൾ മൈനസ് എടുക്കുന്നതിന് പകരം എൻ്റെ എടുത്ത സമയം t0 എന്ന് എടുത്തു. അപ്പോൾ ബി എടുത്ത സമയം എത്രയാണ്, t0 പ്ലസ് ടി ആയിരിക്കും. അത് ബി എനേക്കാട്ടിലും സമയം എടുത്തു, കാരണം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ, കാർ എ ടേക്ക് ടൈം ടി ലെസ് ദാൻ ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബി കൂടുതൽ സമയം എടുത്തു എന്നാണ് അർത്ഥം. അപ്പോൾ എ എടുത്ത സമയം t0 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബി എടുത്ത സമയം എത്രയായിരിക്കും, t0 പ്ലസ് ടി ആയിരിക്കും. ബി എടുത്ത സമയം t0 പ്ലസ് ടി ആയിരിക്കും. സോ ബിൻ്റെ വെലോസിറ്റി a2 ഇൻറ്റു t0 പ്ലസ് ടി എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ആ വെലോസിറ്റി ഓഫ് ബി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇനി അടുത്തൊരു ഹിൻഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് എ പാസസ് ദ ഫിനിഷിംഗ് പോയിന്റ് വിത്ത് എ സ്പീഡ് വി മോർ ദാൻ കാർ ബി അല്ലേ. എൻ്റെ സ്പീഡ് എന്താണ്, ബീൻ്റെ സ്പീഡിനേക്കാൾ കൂടുതലാണ്. സോ നമുക്ക് എന്ത് എഴുതാം, എൻ്റെ സ്പീഡ് ബീൻ്റെ സ്പീഡിനേക്കാട്ടിലും കൂടുതലാണ്. എത്ര കൂടുതലാണ്, വി സ്പീഡ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കൂടി എഴുതാം ഇവിടെ, വി എ ഈസ് ഈക്വൽ ടു വി ബി പ്ലസ് വി. ഇത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു ഹിൻ്റാണ്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടി, എ ടേക്സ് അല്ലെങ്കിൽ എ പാസസ് ദ ഫിനിഷിംഗ് പോയിന്റ് വിത്ത് എ സ്പീഡ് വി മോർ ദാൻ കാർ ബി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അതായത് എ വി സ്പീഡ് അധികം ആരെക്കാളും ബിനേക്കാളും എടുക്കുന്നുണ്ട്. സോ വി എ ഇസ് ഈക്വൽ ടു വി ബി പ്ലസ് വി. സോ വി ക്യാൻ റൈറ്റ് ഹിയർ വി എ മൈനസ് വി ബി ഇസ് ഈക്വൽ ടു വി. സോ ദിസ് ഈസ് എ ഇക്വേഷൻ വി വാണ്ട് ടു ഇക്വേറ്റ്. നമുക്ക് വി എ അറിയാം, വി ബി അറിയാം, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇതല്ല കിട്ടേണ്ടത്, വാട്ട് ഈസ് വി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി എ മൈനസ് വി ബി ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവില്ല അല്ലേ. സോ വേറെ രീതിയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഒന്ന് സോൾവ് ചെയ്യണം. അപ്പം ഞാനിത് ഇവിടേക്ക് എടുത്ത് എഴുതിട്ടോ, വളരെ സിമ്പിളായിട്ട് ഞാൻ ഇവിടേക്ക് എടുത്ത് എഴുതി. സോ ഹിയർ വി ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. ദിസ് ഈസ് അവർ ഇക്വേഷൻ. വി നോ വി എ. വി എ എത്രയാ,
VA is here actually A1 into T0, VB is here A2 into T0 plus T. രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ശ്രദ്ധിച്ചേ, V is equal to VA is A1 into T0, right? മൈനസ് A2 into T0 plus T. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം? A1 into T0 minus A2 into T0 minus A2 into T. So this can be written as T0 ഇത് രണ്ടിലും കോമൺ ആണ്, രണ്ടിലും കോമൺ അല്ലേ, പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് വന്നു? A1 മൈനസ് A2 ഇൻറ്റു T0 മൈനസ് A2 ഇൻറ്റു T. ദിസ് ഇസ് ആക്ച്വലി V. സോ ദിസ് ഇസ് അവർ മെയിൻ ഇക്വേഷൻ. ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ശ്രദ്ധിച്ചോ, നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം? വേറൊരു കാര്യം കിട്ടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേറെ എന്ത് കിട്ടിക്കാൻ? നമുക്കിവിടെ ഒരു കാര്യം അറിയാം, ഇത് രണ്ടും എത്തുന്നത് ഒരേ ഡിസ്റ്റൻസ് ആണ്. നോക്കിയേ, ഇത്ര ദൂരമാണ് രണ്ടും എത്തുന്നത്. സോ ഹിയർ എന്ത് സെയിം ആണ്? എക്സ് എ ഈസ് ഈക്വൽ ടു എക്സ് ബി ആണ് അല്ലേ? രണ്ടും എടുക്കുന്ന എന്ത് സെയിം ആണ്? ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണ്. സോ അത് നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിളാണ്. ഹിയർ എക്സ് എ ഈസ് ഈക്വൽ ടു എക്സ് ബി ആണ് അല്ലേ? ബോത്ത് ആർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. സോ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. രണ്ടും റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യു 0 ആണ്. സോ ഹിയർ വി ക്യാൻ റൈറ്റ് എസ് ഹാഫ് ഇൻറ്റു A1 ഇൻറ്റു T0 സ്ക്വയർ, റൈറ്റ്, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു A2 ഇൻറ്റു T0 പ്ലസ് ടി ഹോൾ സ്ക്വയർ. റെഡി? വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കിയപ്പോൾ അതിൽ റൂട്ടൊക്കെ കാണാനുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾക്കിവിടെ ഹാഫും ഹാഫും ക്യാൻസൽ ചെയ്ത് പോയി. A1നും A2നും റൂട്ട് വരുന്ന ഓപ്ഷനൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അത് ഇവിടെ നമ്മൾ ആ സ്ക്വയർ കളയാനുള്ള ഒരു എളുപ്പത്തിന് രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് A1 ഇൻറ്റു T0 സ്ക്വയറിൻ്റെ റൂട്ട് T0 ഈക്വൽ ടു റൂട്ട് A2 ഇൻറ്റു T0 പ്ലസ് ടി വരും അല്ലേ? അതിൻ്റെ റൂട്ട് നമ്മൾ എടുത്തു. അപ്പോൾ T0 പ്ലസ് ടി എന്ന് നമുക്ക് വരും. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് T0ൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ എന്ത് വരും? ബ്രാക്കറ്റ് തുറന്നേ. ഓക്കെ, ദിസ് ഇക്വേഷൻ ബിക്കംസ്, ശ്രദ്ധിച്ചോട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ സോൾവ് ചെയ്യാം. സോ റൂട്ട് A1 ഇൻറ്റു T0 ഇസ് ഈക്വൽ ടു റൂട്ട് A2 ഇൻറ്റു T0 പ്ലസ് റൂട്ട് A2 ഇൻറ്റു ടി. സോ ഇതിനെങ്ങോട്ട് കൊടുന്നേ? റൂട്ട് A1 മൈനസ് റൂട്ട് A2 ഇൻറ്റു T0, കാരണം മൈനസ് ആവും, ഇസ് ഈക്വൽ ടു റൂട്ട് A2 ഇൻറ്റു ടി എന്ന് വരും. സിമ്പിളാണ്, ഡയറക്റ്റ് ആണ്. അപ്പോൾ എന്ത് വരും? T0 ഇസ് ഈക്വൽ ടു റൂട്ട് A2 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ റൂട്ട് A1 മൈനസ് റൂട്ട് A2. ഡയറക്റ്റ് ആണ്, സിമ്പിളാണ്. സോ T0 ഇസ് ഈക്വൽ ടു റൂട്ട് A2 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ റൂട്ട് A1 മൈനസ് റൂട്ട് A2 എന്ന് കിട്ടും. T0ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അതിന് നമ്മൾ നേരെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ദി ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ദെർഫോർ ഹിയർ V ഈസ് ഈക്വൽ ടു A1 മൈനസ് A2 ഇൻറ്റു T0 ഈസ് ഹിയർ റൂട്ട് A2 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ റൂട്ട് A1 മൈനസ് റൂട്ട് A2 മൈനസ് A2 ഇൻറ്റു ടി. ക്ലിയർ? വളരെ സിമ്പിൾ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, ഈ A1 മൈനസ് A2ന് പകരം ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോവാണ്. എനിക്കറിയാം റൂട്ട് A1 സ്ക്വയർ മൈനസ് റൂട്ട് A2 സ്ക്വയർ ആണ് ആക്ച്വലി A1 മൈനസ് A2 അല്ലേ? റൂട്ട് A1 സ്ക്വയർ മൈനസ് റൂട്ട് A2 സ്ക്വയർ ആണ് A1 മൈനസ് A2. സോ ഇത് ആക്ച്വലി A1 മൈനസ് A2 ആണെങ്കിൽ നമുക്കിതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് A1 പ്ലസ് റൂട്ട് A2 ഇൻറ്റു റൂട്ട് A1 മൈനസ് റൂട്ട് A2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഇതിലെ അടിയിലെ റൂട്ട് A1 മൈനസ് റൂട്ട് A2ഉം ഈ റൂട്ട് A1 മൈനസ് റൂട്ട് A2ഉം ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ശ്രദ്ധിച്ചോ, വീഡിയോ കൃത്യമായിട്ട് അനലൈസ് ചെയ്തോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ദിസ് ബിക്കംസ് റൂട്ട് A1 പ്ലസ് റൂട്ട് A2 ഇൻറ്റു റൂട്ട് A2 ടി മൈനസ് A2 ടി. ബിക്കോസ് അടിയിലുള്ള സാധനം എന്തായിട്ട് പോവും? ക്യാൻസൽ ആയിട്ട് പോവും. നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്, നമുക്കത് മനസ്സിലാവും. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. കാരണം ഇതൊന്ന് കട്ട് ചെയ്ത് കളയേണ്ടതൊക്കെ കട്ട് ചെയ്ത് കളയുക, നമുക്ക് ആൻസറിലേക്ക് എത്താം.
സോ ഹിയർ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? √a1 ഇൻറ്റു √a2t, √a1 √a2t പ്ലസ് √a2 ഇൻറ്റു √a2, ദാറ്റ് ഈസ് a2t മൈനസ് a2t. സോ a2t ഗെറ്റ്സ് ക്യാൻസൽഡ് ആൻഡ് നമ്മുടെ ആൻസർ എന്താണ്? v is equal to root of a1 a2 into t. So here our answer is yes, root of a1 a2 into t. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റി? ആൻസറിലേക്ക് എത്താൻ പറ്റി. ക്ലിയർ ആണോ? വളരെ സിമ്പിളാണ്. നമ്മൾ ഈ തന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ടൈം t ലെസ് ദാൻ ദാറ്റ് ഓഫ് b എന്ന് പറയുന്ന ആ ഒരു കാര്യവും വെലോസിറ്റി b ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് b എന്ന് പറയുന്ന ആ ഒരു കാര്യവും ജസ്റ്റ് എടുത്ത് എഴുതി രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കി അതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടഫ് ക്വസ്റ്റ്യൻ അല്ല, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് ഇതിൽ വലിയ ലോജിക്കുകളൊന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വെറും മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യാം. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമുക്ക് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ടഫ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The initial speed of a bullet fired from a rifle is 630 meter per second. The rifle is fired at the center of a target 700 meter away at the same level as the target. How far above the center of the target the rifle must be aimed in order to hit the target? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു തോക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫയർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ടാർജറ്റ് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ടാർജറ്റ് ഉണ്ട്. നമ്മളൊരു തോക്ക് ഉപയോഗിച്ച് നമ്മൾ ഫയർ ചെയ്യാണ്. സോ ഈ ടാർജറ്റും ഈ റൈഫിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 700 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഫയർ ചെയ്യണമെങ്കിൽ, എക്സാക്ട്ലി ഇവിടേക്ക് ഫയർ ചെയ്യണമെങ്കിൽ, ആക്ച്വലി നമ്മൾ നേരെ പിടിച്ച് ഫയർ ചെയ്താൽ ഒരിക്കലും നമുക്ക് അവിടെ കൊള്ളിക്കാൻ പറ്റില്ല, അല്ലേ? നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. നമുക്ക് ഫയറിങ് പ്രാക്ടീസൊക്കെ നമുക്ക് NCCയിലൊക്കെ കിട്ടും. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ അതിനെ എയിം ചെയ്തിട്ട് നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ടാർജറ്റിൽ അത് മീറ്റ് ചെയ്യില്ല. നമ്മളെപ്പോഴും പാരാബോളിക് ആയിട്ടാണ് ഈ സാധനം പോകുന്നത് എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ ഫയർ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഒരു റൈഫിൾ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് ഇങ്ങനെ പോയിട്ട് ഇത് ഇങ്ങനെ വന്ന് വീഴുന്ന ഒരു കാര്യമാണ് അവിടെ ഉണ്ടാവുന്നത്. സോ ആക്ച്വലി ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിവിടെ സംഭവിക്കുമ്പോൾ ഇത് ഫയർ ചെയ്യുന്ന വെലോസിറ്റി ഈസ് ഗിവൺ as 630 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഇവിടെ ഇങ്ങനെ പരാബോളിക് ആയിട്ടാണ് ഇത് പോയി വീഴുക. അപ്പോൾ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ, അവിടെ ഒരു തീറ്റ ആംഗിൾ ഉണ്ടാക്കും. സോ ഇത് ഇങ്ങനെ പോണ്ട ഒരാളായിരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്ങോട്ട് എയിം ചെയ്ത് നമ്മൾ റൈഫിളിൽ നിന്ന് ഫയർ ചെയ്താലാണ് അത് ടാർജറ്റിൽ എത്തുക, അതല്ലേ? ദ ഇനീഷ്യൽ സ്പീഡ് ഓഫ് ദി ബുള്ളറ്റ് ഈസ് 630. ദ റൈഫിൾ ഈസ് ഫയർഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ടാർജറ്റ് അറ്റ് ദ സെയിം ലെവൽ ആസ് ദ ടാർജറ്റ്. ഹൗ ഫാർ എബവ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ടാർജറ്റ് ദ റൈഫിൾ മസ്റ്റ് ബി എയിംഡ് ഇൻ ഓർഡർ ടു ഹിറ്റ് ദ ടാർജറ്റ്. അപ്പം നമ്മൾ ഇങ്ങനെ എയിം ചെയ്താലേ ഇത് അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ടാർജറ്റിൽ അത് തട്ടുകയുള്ളൂ എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കാം. അപ്പം ഇങ്ങനെ എയിം ചെയ്താലേ അത് നമുക്ക് കറക്റ്റ് ടാർജറ്റിലേക്ക് ഈ സംഭവം എത്തുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പ്രൊജക്ടൈൽ മോഷനിൽ നമ്മളൊരു സാധനം എയിം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തണമെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് 700 മീറ്റർ എന്ന് പറഞ്ഞാൽ റേഞ്ചാണ് ഇവിടെ 700 മീറ്റർ തന്നിരിക്കുന്നത്. ഹിയർ റേഞ്ച് ഓഫ് ദി പ്രൊജക്ടൈൽ ഇസ് 700 മീറ്റർ. അപ്പോൾ റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, u² sin 2θ ഡിവൈഡഡ് ബൈ g ആണ് നമുക്കിവിടെ 700 മീറ്റർ തന്നിരിക്കുന്നത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ u² is given, u² given ആണ് 630 ആണ്. സോ sin 2θ is equal to 700 into g is 10 actually, u² that is 630 into 630. So this is sin 2θ. So here 0 0 0 0 gets cancelled. 70 divided by 63 into 63 is our okay. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കാട്ടോ. നമുക്കറിയാം 70 63 9 ഇൻറ്റു അല്ലെങ്കിൽ 7 ഇൻറ്റു 9 63 7 ഇൻറ്റു 10 70 അല്ലേ. 10/63 ഇൻറ്റു 9 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. 10/63 ഇൻറ്റു 9 അല്ലേ? യെസ്. സോ വി ഹാവ് sin 2θ is equal to 10 divided by 63 into 9. So actually here
2 theta is equal to 10 divided by 63 into 9. കാരണം എന്താ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹിയർ തീറ്റ ഇസ് വെരി സ്മോൾ അല്ലേ. നമുക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ സ്മോൾ ആണെങ്കിൽ, സൈൻ തീറ്റാൻ്റെ വാല്യൂ വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് സൈൻ തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് തീറ്റ. സൈൻ തീറ്റാൻ്റെ വാല്യൂ വളരെ സ്മോൾ ആണെങ്കിൽ സൈൻ തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ഈക്വൽ ടു തീറ്റ, ആൻഡ് ദിസ് ക്യാൻ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടാൻ തീറ്റ. സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ആയിട്ട് നമുക്ക് എടുക്കാം, അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടാൻ തീറ്റ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ ഹിയർ വലിയ തീറ്റ ഒന്നും ഉണ്ടാവില്ല, തീറ്റ വളരെ എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. സോ സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 10/63 ഇൻറ്റു 9, നമുക്ക് 2 തീറ്റ ഇസ് ഈക്വൽ ടു 10/63 ഇൻറ്റു 9 എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം ഈ സാഹചര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 63 ഇൻറ്റു 9 നമുക്ക് എടുക്കാം. വളരെ സിമ്പിൾ വേ ആണ് കേട്ടോ, അത് കോംപ്ലക്സ് ആയിട്ടൊന്നുമില്ല. പ്രൊജക്ടൈൽ മോഷൻ്റെ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് പല മെറ്റീരിയൽസ് നമ്മൾ നോക്കിയാലും നമുക്ക് വേറെ രീതിയിലൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടാവും, പക്ഷേ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള രീതി, നിങ്ങൾ നോക്കി നോക്കുക. സോ ദിസ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു ടാൻ തീറ്റ. കാരണം നമുക്കറിയാം തീറ്റാൻ്റെ വാല്യൂ നമുക്കിത് കിട്ടി കേട്ടോ, തീറ്റ ഇസ് ഈക്വൽ ടു 5/63 ഇൻറ്റു 9 നമുക്ക് കിട്ടി. ഇത് ടാൻ തീറ്റ ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. നോക്കിക്കോട്ടോ, വളരെ സിമ്പിളാണ്. കാരണം തീറ്റാൻ്റെ വാല്യൂം ടാൻ തീറ്റാൻ്റെ വാല്യൂ സൈൻ തീറ്റാൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു, ഫ്രം ഫിഗർ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ 700. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു തീറ്റ 5 ഡിവൈഡഡ് ബൈ 63 ഇൻറ്റു 9. നമുക്ക് അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ h is equal to, which implies h is equal to 700 into 5 divided by 63 into 9. So here we can solve here. എന്ത് വരും, 63, 7 ഇൻറ്റു 9 63, 7 ഇൻറ്റു 10 70, 100 വരും. സോ 100 ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ 81 എന്ന് നമുക്ക് വരും. സോ ദ ആൻസർ ഇസ് അപ്രോക്സിമേറ്റ്ലി 6.1 അല്ലേ, 6.1ൻ്റെ അടുത്ത് നമുക്ക് ആൻസർ കിട്ടും. സി ഈസ് ദ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും 6.1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വളരെ സിമ്പിളായിട്ട് ഈ ലോജിക്ക് ഉപയോഗിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, റേഞ്ചിൻ്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് നിങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് എത്തരുത്. സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു, നമുക്കൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ഈ വാല്യൂവിൻ്റെ RHS നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. 10/63 ഇൻറ്റു 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്മോൾ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് അല്ലേ, വളരെ സ്മോൾ ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടും. 63 ഇൻറ്റു 9 ഇസ് നിയർ ടു 630 അടുത്തായി. 10/630 എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയൊരു വാല്യൂ ആയിരിക്കും അല്ലേ. ആ ചെറിയൊരു വാല്യൂ സൈൻ 2 തീറ്റ ഈക്വൽ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആ വാല്യൂ എന്ന് എഴുതാം. തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5/63 ഇൻറ്റു 9 എന്ന് എഴുതാം. ആൻഡ് തീറ്റ അതാണെങ്കിൽ നമുക്കതിനെ ടാൻ തീറ്റ അപ്രോക്സിമേറ്റ് ചെയ്യാം. കാരണം RHS വളരെ ചെറുതാണ്, അപ്പോൾ നമുക്കതിനെ ഈ രീതിയിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. വളരെ സിമ്പിളായിട്ട് ഈ ഒരു വഴിയിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പല രീതിയിൽ കോംപ്ലക്സ് ആയിട്ട് ഈ ഒരു ചോദ്യത്തെ സമീപിക്കേണ്ട ഒരു ആവശ്യമില്ല. പല മെറ്റീരിയൽസിലും പല ഓൺലൈൻ കണ്ടൻസിലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു രീതിയിൽ സമീപിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ടാൻ തീറ്റാനെ ഈ തീറ്റ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ആൻസർ. ഓക്കെ, ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൊബിലിറ്റി, സെമി കണ്ടക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, what is the conductivity of a semiconductor sample having electron concentration 5 into 10 raised to 8, hole concentration 5 into 10 raised to 19, electron mobility 2.0 meter square, hole mobility 0.01 meter square, and take charge of electron is 1.6 into 10 raised to minus 90. നമ്മൾ ചോദിച്ചിരിക്കുന്നത് കണ്ടക്ടിവിറ്റി സിഗ്മയാണ്. വളരെ സിമ്പിളാണ്. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. സിഗ്മ ഇസ് ഈക്വൽ ടു ഇലക്ട്രോൺ ചാർജ് ഫണ്ടമെൻ്റൽ ചാർജ് ഇൻറ്റു NE mu E പ്ലസ് NH mu H. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കാം, ആ ഒരു കണ്ടക്ടിവിറ്റീൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. വേറെ NE ഇസ് എ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ, mu E ഇസ് എ മൊബിലിറ്റി, NH ഇസ് എ ഹോൾ കോൺസെൻട്രേഷൻ, ആൻഡ് mu H ഇസ് എ മൊബിലിറ്റി. ഓക്കെ, മൊബിലിറ്റി ഓഫ് ദാറ്റ് ഹോൾ. സോ ദിസ് സിഗ്മ ഇസ് ഈക്വൽ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും ഓർത്ത് വയ്ക്കുക. So sigma is equal to E is actually 1.6 into 10 raised to minus 90 into NE is actually 5 into 10 raised to 18, its concentration, into mobility of electron is 2 plus NH is actually 5 into 10 raised to 19 into mu H is actually 0.01. So ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ 10 into 10 raised to 18, അതേപോലെ നമുക്ക് ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 1
0.6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓം മീറ്റർ ഇൻവേഴ്സ് 1 ആൻസർ കിട്ടും. ദ ആൻസർ ഇസ് അപ്രോക്സിമേറ്റ്ലി 1.68 ohm meter whole inverse 1. So answer is approximately 1.68 ohm meter inverse 1. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് സിഗ്മ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൻ ഇ മ്യൂ ഇ പ്ലസ് എൻ എച്ച് മ്യൂ എച്ച്. ഇ എന്താണ്? ഇലക്ട്രോണിൻ്റെ ഫണ്ടമെൻ്റൽ ചാർജ് ആണ്. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ, ഹോൾ കോൺസെൻട്രേഷൻ, മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ, മൊബിലിറ്റി ഓഫ് ഹോൾസ്. റെഡി? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The VI characteristics of a diode is shown in the figure. The ratio of forward resistance to reverse bias resistance is വളരെ സിമ്പിൾ ആണ്. ഫോർവേഡ് ബയസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നോക്കി, ഫോർവേഡ് ബയസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചോ, ഈ ഒരു ഫിഗറിൽ നമ്മൾ ഇത്രയും ഭാഗം നോക്കാം. ഓക്കെ, റെഡി? ഇത്രയും ഭാഗം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇത്രയും ഭാഗം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ബയസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ ചെയ്താൽ മതി. വാട്ട് ഈസ് ഡെൽറ്റ വി? ദാറ്റ് ഈസ് 0.8 മൈനസ് 0.7 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ഡെൽറ്റ ഐ? ഇറ്റ് ഈസ് 20 മൈനസ് 10. 20 മൈനസ് 10. സോ ഈ ഒരു ഭാഗം നമ്മൾ അനലൈസ് ചെയ്താൽ മതി. ഈ ഒരു ചെറിയ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ്, ഫോർവേഡ് ബയസ് റെസിസ്റ്റൻസ് കിട്ടും. അതെന്ത് ചെയ്താൽ മതി? ഡെൽറ്റ വി ദാറ്റ് ഈസ് 0.8 മൈനസ് 0.7 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ 20 മൈനസ് 10. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഹിയർ 0.1 ഡിവൈഡഡ് ബൈ 20 മൈനസ് 10 ഇസ് ആക്ച്വലി 10 ആൻഡ് ആൻസർ ഇസ് 0.01. ആൻസർ എന്താണ്? 0.01 ആണ്. ഓക്കെ, ആക്ച്വലി നമുക്ക് കിട്ടി 0.01. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ, യെസ്, ഓക്കെ, ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മില്ലി ആംബിയർ ആണ്. അത് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. മില്ലി ആംബിയർ ആണ്. സോ ഹിയർ ആക്ച്വലി ദിസ് ഇസ് 10 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 മില്ലി അല്ലേ? വോൾട്ട് വോൾട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യും? 10 റേസ് ടു മൈനസ് 2 വരും. 0.1 ഇൻറ്റു 10 സ്ക്വയർ വരും. So it is actually 1 into 10 volt. Okay, 10 ohm. So here it is actually 10 ohm. 10 ohm നമുക്ക് കിട്ടും. Okay, 10 ohm അല്ലേ? 0.1 into 10 square, that is 10 ohm. ഇനി ഫോർവേഡ് ബയസ് റെസിസ്റ്റൻസ് കിട്ടി. ഇനി റിവേഴ്സ് ബയസ് റെസിസ്റ്റൻസ് കിട്ടണം. വാട്ട് ഈസ് ദ റിവേഴ്സ് ബയസ് റെസിസ്റ്റൻസ്? വളരെ ഈസി ആയിട്ട് നമുക്ക് റിവേഴ്സ് ബയസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതും എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ ചെയ്താൽ മതി. പക്ഷെ ഒറ്റ വാല്യൂ അവിടെ ഡെൽറ്റ വിൻ്റെ സ്ഥാനത്തുള്ളൂ. അതായത് 10 ആണ്. ഡിവൈഡഡ് ബൈ ഐൻ്റെ സ്ഥാനത്ത് ഒറ്റ വാല്യൂ ഉള്ളൂ. അത് 1 മൈക്രോ ആംബിയർ ആണ്. അപ്പോൾ 1 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6 ഇറ്റ് ഈസ് മൈക്രോ. സോ 10 ഇൻറ്റു 10 റേസ് ടു 6. സോ വി ഹാവ് ഇത് മൈക്രോ ആംബിയറിലെ. ഓക്കെ, അപ്പോൾ എന്ത് വരും? 10 റേസ് ടു 7 വരും. സോ നമുക്ക് 10 റേസ് ടു 7 കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ആണ്. റേഷ്യോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർവേഡ് ബയസ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിവേഴ്സ് ബയസ് റെസിസ്റ്റൻസ്. ഫോർവേഡ് ബയസിൽ എത്രയാ? 10 ഓം ആണ്. റിവേഴ്സ് ബയസിൽ എത്രയാ? 10 റേസ് ടു 7 ഓം ആണ്. 10 ബൈ 10 റേസ് ടു 7 എത്രയാ? 10 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 ആണ്. അത് 10 റേസ് ടു മൈനസ് 6 ആണ്. 10 റേസ് ടു മൈനസ് 6 ഓം ഈസ് അവർ കറക്റ്റ് ആൻസർ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ നമ്മുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെമി കണ്ടക്ടറിൽ നമുക്ക് ചോദിക്കാവുന്ന വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത്? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ഇ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 10 റേസ് ടു മൈനസ് 6 ഓം ഈസ് അവർ കറക്റ്റ് ആൻസർ. റെഡി? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നമുക്ക് സെമി കണ്ടക്ടറിൽ നിന്ന് തന്നെ ചോദിക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. യെസ്, സോ ഹിയർ ഗിവൺ ട്രൂത്ത് ടേബിൾ. ഇതിൽ തന്നിരിക്കുന്ന ഏതാണ് ഈ ട്രൂത്ത് ടേബിൾ മാച്ച് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂസ് ഇട്ട് കൊടുക്കുക. 0 0. ദിസ് ഗേറ്റ് ഈസ് ആക്ച്വലി, ഓക്കെ ഞാൻ വരയ്ക്കാം. ദിസ് ഗേറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ആസ് നോട്ട് ഗേറ്റ്. നോട്ട്, ഈ ഗേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് നോട്ട് ഗേറ്റ്. ഇതിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ 1 വരും. 1 കൊടുത്തു കഴിഞ്ഞാൽ 0 വരും. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് എങ്ങനെ എഴുതാം? ട്രൂത്ത് ടേബിൾ എക്സ് വൈ ഔട്ട്പുട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. 0 കൊടുത്താൽ 1 വരും. 1 കൊടുത്താൽ 0 വരും. ദിസ് ഈസ് കോൾഡ് ആസ് നോട്ട് ഗേറ്റ്. സോ അനദർ ഗേറ്റ് ഈസ് ഹിയർ. ദിസ് ഈസ് കോൾഡ് ആസ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ്, ഈ ഗേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൻഡ് ഗേറ്റ്. 0. ഓക്കെ, ഇതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ y ഈസ് ഈക്വൽ ടു a ഇൻറ്റു ബി ആണ്. സിമ്പിൾ, a ഇൻറ്റു ബി, ആൻഡ് ഗേറ്റ്. സോ എക്സ്
വൈ നമ്മുടെ ഔട്ട്പുട്ട് സെറ്റ് ആണെങ്കിൽ നോക്കിക്കോട്ടോ, 0 0 കൊടുത്താൽ 0 ഇൻറ്റു 0 0, 0 1 കൊടുത്താൽ 0 ഇൻറ്റു 1 0, 1 0 കൊടുത്താൽ 1 ഇൻറ്റു 0 0, 1 1 കൊടുത്താൽ 1 ഇൻറ്റു 1 1. സിമ്പിൾ. ആൻഡ് ദിസ് ഗേറ്റ് ഇസ് കോൾഡ് എസ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ്, ഈ ഗേറ്റിനെ നമ്മൾ ഓർ ഗേറ്റ് എന്ന് വിളിക്കും. സോ എക്സ് വൈ സെറ്റ് ഔട്ട്പുട്ട് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ചെയ്യുന്ന ഗേറ്റ് ആണ് ഇത് ഓർ ഗേറ്റ്. സോ എക്സ് വൈ സെഡ് നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെ വരിക? 0 0 കൊടുത്താൽ 0 പ്ലസ് 0 0, 0 1 കൊടുത്താൽ 0 പ്ലസ് 1 1, 1 0 കൊടുത്താൽ 1 പ്ലസ് 0 1, 1 1 കൊടുത്താൽ 1 പ്ലസ് 1 1. സിമ്പിൾ. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടുമായി. ഇനി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഏത് ഗേറ്റ് ആയി എന്നറിയോ? ഇത് നോർ ഗേറ്റ് ആയി. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റിനെ ഇൻവേഴ്സ് ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ടിനെ ഇൻവേഴ്സ് ചെയ്യും. അതാണ് നോർ ഗേറ്റ്. അതായത് ഇവിടെ 1 ആണ് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ അതിന് 0 ആക്കും, 0 ആണ് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ അതിന് 1 ആക്കും. ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് നോർ ഗേറ്റ്. അപ്പോൾ അവിടെ നോർ ഗേറ്റ് ആണ് ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്, അല്ലേ? ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നോർ ഗേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റുകൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗേറ്റുകൾ വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇനി എന്ത് ചെയ്താൽ മതി? ഒന്ന് ചെക്ക് ചെയ്താൽ മതി. യെസ്. സോ ശ്രദ്ധിച്ചോ, ഇവിടെ നോക്കിക്കോ. ഞാൻ ആദ്യം കൊടുക്കുന്നത് ഇവിടെ ശ്രദ്ധിച്ചോട്ടോ, ഇവിടെ മാത്രം ശ്രദ്ധിച്ചോ. ഞാൻ ഇവിടെ ആദ്യം കൊടുക്കുന്നത് 0 ആണ്, 0 ആണ് എന്ന് വിചാരിക്കാം. 0 0 കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടേക്ക് 0 എത്തും, ഇവിടേക്കും 0 എത്തും. പക്ഷേ ഇവിടേക്ക് എത്തുന്നത് 1 ആയിരിക്കും. കാരണം നോട്ടിലൂടെ പോയിട്ടാണ് ആ 0 അവിടേക്ക് എത്തുന്നത്. അപ്പോൾ 1 ആയിരിക്കും. ഇനി ശ്രദ്ധിക്കാം, 0 0 ആൻഡ് ആണിത്, ഇത് ആൻഡ് ഗേറ്റ് ആണ്. ദിസ് ഇസ് ആൻഡ് ഗേറ്റ്. സോ 0 0 ആൻഡ് ചെയ്താൽ 0 ഇൻറ്റു 0 ഓർത്താൽ മതി 0. സോ ഇവിടേക്ക് എത്തുന്നത് 0 ആയിരിക്കും. 1 0 വന്നു കഴിഞ്ഞാൽ ഓർ ആണെങ്കിൽ 1 പ്ലസ് 0 1 ആണ്. പക്ഷേ ഇത് അറ്റത്തൊരു വട്ടുണ്ട്, അപ്പോൾ അതെന്താണ്? 1 പ്ലസ് 0 1 ആണ്. പക്ഷേ 1നെ എന്താക്കി കളയും? അത് 0 ആക്കി കളയും. സോ ആൻസർ ഇസ് 0. സോ ഇത് കറക്റ്റാണ്. ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ട്രൂത്ത് ടേബിളിൻ്റെ വാല്യൂ കറക്റ്റാണ്. ഇനി ശ്രദ്ധിച്ചോ, ഇനി അടുത്ത സംഭവം നോക്കിക്കേ. 0 1 നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കാം. 0 1 ഓക്കെ, 0 1 നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കാം. യെസ്, ഇവിടെ നമ്മൾ 0 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു. ഇപ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 1 വരും. പക്ഷേ ഇതിങ്ങനെ പോയിട്ട് ഇതെന്താക്കും? നോട്ട് ഇതിനെ 1 ആക്കും. 0 1 ആൻഡിന് കൊടുത്താൽ 0 ഇൻറ്റു 1 ദാറ്റ് ഈസ് 0. 1 0 നോറാണെങ്കിൽ എന്ത് സംഭവിക്കും? നോറാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നോറാണെങ്കിൽ 0 1 പ്ലസ് 0 ദാറ്റ് ഈസ് 1. പക്ഷേ ഇവിടെ അറ്റത്ത് വട്ടുണ്ട്, നോട്ടാണ്. അപ്പോൾ ആ 1നെ എന്താക്കും? 0 ആക്കും. സോ ഹിയർ ദിസ് ഓപ്ഷൻ ഇസ് ആൾസോ കറക്റ്റ്. ആൻസർ 0. സോ അതും കറക്റ്റാണ്. ഈ ഫസ്റ്റിന് ഈ 2 ശരിയായി. ഇനി മൂന്നാമത്തെ നോക്കിക്കോട്ടോ. മൂന്നാമത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം എന്ത് ചെയ്തു? 1 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു. 1 കൊടുക്കുമ്പോൾ ഇവിടെ 1 ഇവിടെ 0. പക്ഷേ ഇതിലൂടെ പോയിട്ട് അത് നോട്ട് ചെയ്ത് 0 ആവും. ഇവിടെ 1 ഇൻറ്റു 0 ദ ആൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, 1 ഇൻറ്റു 0 ദാറ്റ് ഈസ് 0. അപ്പോൾ 0 0 വരും. ശ്രദ്ധിക്കണേ, വളരെ സിമ്പിളാണ്. 1 ഇൻറ്റു 0 0. അപ്പോൾ 0 0 വന്നു. 0 പ്ലസ് 0 0 ആണ്. പക്ഷേ നമ്മുടെ നോട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? അത് 1 ആയിട്ട് മാറും. സോ ഇതും കറക്റ്റാണ്. എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലേ? സോ ഇനി ലാസ്റ്റ് 1 മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് 1 മാത്രം ഇവിടെ നോക്കിയേ. ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു. സോ ഇവിടെ 1 ഇവിടെ 1 തർക്കമൊന്നുമില്ല. പക്ഷേ 1 ഇതിലൂടെ പോയപ്പോൾ അത് ഇവിടെ 0 ആയി, കാരണം നോട്ട് ഗേറ്റ് ആണ്. 1 ഇൻറ്റു 1 1 ആണ്. സോ ഇവിടെ 1 വന്നു. 0 പ്ലസ് 1 1 ആണ്. പക്ഷേ ഇവിടെ നോട്ട് ചെയ്തപ്പോൾ 0 ആയി മാറി. എല്ലാം ഇവിടെ കറക്റ്റായിട്ട് വന്നു. എല്ലാം ഇവിടെ കറക്റ്റായി വന്നപ്പോൾ ഓപ്ഷൻ എ ഇവിടെ കറക്റ്റായി വന്നു. ബാക്കിയുള്ളതൊന്നും കറക്റ്റായിട്ട് വരില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ആൻസർ ഇവിടെ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. റെഡി? വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഹിയർ ഇനി നമ്മൾ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കുകയാണ്. ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കുകയാണ്. ഇതൊരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് അവസാനിക്കും. ഓക്കെ, ആ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൊജക്ടൈൽ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് 5 gram ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. മാസ് 5 gram ആണ്. അതിൻ്റെ പ്രൊജക്ടൈൽ മോഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഇസ് 5√2 m/s ആൻഡ് ദ എയർ റെസിസ്റ്റൻസ് ഇസ് അസ്യൂം ടു ബി നെഗ്ലിജിബിൾ. അതിനർത്ഥം ഇനീഷ്യൽ വെലോസിറ്റി തന്നെയായിരിക്കും ചെന്ന് വീഴുമ്പോഴുള്ള വെലോസിറ്റി. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി ഈസ് x × 10⁻² kg/m/s. ദ വാല്യൂ ഓഫ് x ടു ദ നിയറസ്റ്റ് ഇൻറ്റീജർ ഈസ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലേ? സോ ഹിയർ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടത്. ഇവിടുന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്,
സോ ഞാൻ ഇവിടെ ഒരു കാര്യം വരച്ചു. ഇത് 45 ഡിഗ്രിയാണ്. ഇതിന് ഞാൻ എ. ഓക്കെ, ഇവിടെ ഇത് വന്ന് വീഴുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇത് വന്ന് വീഴുന്നുണ്ട്. ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റി ഞാൻ 5√2 അല്ലേ, 5√2 തന്നിട്ടുണ്ട്. 5√2 എന്ന് അടയാളപ്പെടുത്തി. ഇവിടെ വന്ന് വീഴുന്ന വെലോസിറ്റി എന്തായിരിക്കും? അത് 5√2 തന്നെ ആയിരിക്കും. എയർ റെസിസ്റ്റൻസ് ഒന്നുമില്ല. 5√2 m/s തന്നെ താഴത്തേക്ക് വന്ന് വീഴും. ചോദ്യം എന്താണെന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഇതിൻ്റെ വെലോസിറ്റി കോമ്പണൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ ഹിയർ ദിസ് ഇസ് u cos 45 degree and this is u sin 45 degree, and here it is u cos 45 degree and this is u sin 45 degree. കാരണം രണ്ട് സെയിം ആണ്. നമ്മൾ യു വി എന്നൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. യു മീ സെയിം ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. റെഡി? പക്ഷേ ഇവിടെ യു പോസിറ്റീവാണ്. യു സൈൻ 45 പോസിറ്റീവാണ്, മുകളിലേക്കാണ്. മറ്റോടെ യു സൈൻ 45 താഴോട്ടാണ്, അതുകൊണ്ട് നെഗറ്റീവാണ്. സോ നമുക്കിവിടെ കൃത്യമായിട്ട് ആ ഒരു ഇത് കാണിക്കാം. സോ ഹിയർ ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് ഡൗൺ, അതുകൊണ്ട് യു സൈൻ 45 നെഗറ്റീവാണ്. സോ നമുക്കിവിടെ എങ്ങനെ എഴുതാം ഇതിൻ്റെ ഇക്വേഷൻ? വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചോട്ടോ, നമുക്കിതിൻ്റെ ഇക്വേഷൻ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഞാൻ ഇവിടെ തന്നെ എഴുതാട്ടോ. ഓക്കെ, കൃത്യമായിട്ട് നോക്കിക്കോ. ഇവിടെ യു വെക്റ്റർ ഇസ് ഈക്വൽ ടു, ഇവിടെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നമുക്ക് എയിൽ നമുക്ക് എന്ത് എഴുതാം? യെസ്, എയിൽ നമുക്ക് എങ്ങനെ എഴുതാം? യു കോസ് 45 അല്ലേ, യു കോസ് 45 പ്ലസ് യു സൈൻ 45 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? യു കോസ് 45 പ്ലസ് യു സൈൻ 45 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എയിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ആൻഡ് ബിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? യു കോസ് 45 അത് പോസിറ്റീവ് തന്നെയാണ്, മൈനസ് യു സൈൻ 45. ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഇനി വേണമെങ്കിൽ ഡയറക്ഷൻ നമ്മൾ കാണിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഐ ക്യാപ്പ് എന്നും, ഓക്കെ ഹിയർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഐ ക്യാപ്പ്. ഇവിടെ നമുക്ക് ഐ ക്യാപ്പ് എന്ന് എഴുതാം. കാരണം എന്താ? അത് എക്സ് ആക്സിസിലാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ജെ ക്യാപ്പ് എന്ന് എഴുതാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഐ ക്യാപ്പ് എന്ന് എഴുതാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ജെ ക്യാപ്പ് എന്ന് എഴുതാം. സിമ്പിൾ. അപ്പം ഞാനിവിടെ എഴുതി, ഞാൻ ഒരു പുതിയ പേജിൽ വേണമെങ്കിൽ ഇത് എഴുതാം. യെസ്, ശ്രദ്ധിച്ചോ, യു എ. ഓക്കെ, നമുക്കിവിടെ ഫിഗർ ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇത് വന്ന് വീഴുന്നത്. സോ ദിസ് വെലോസിറ്റി ഈസ് 5√2. ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. സോ ഇവിടുത്തെ ഈ ഒരു വെലോസിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് യു കോസ് 45 ഡിഗ്രി. ഇവിടുത്തെ ഈ ഒരു വെലോസിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് u sin 45 degree, and here it falls here with a velocity 5√2 m/s. എയർ റെസിസ്റ്റൻസ് ഇല്ല, കയറിയ വെലോസിറ്റി തന്നെയോ താഴ്ത്തും വരിക. ഇത് നമുക്ക് എന്ത് എഴുതാം? u cos 45 degree, and here this velocity can be written as u sin 45. സോ നമുക്ക് ഇവിടുത്തെ ഇതിനെ എ എന്ന് വിളിക്കാം, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? നോക്കിക്കോട്ടോ, യു എ. യെസ്, യു എ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോ വളരെ സിമ്പിളാണ്, യു എ ഈസ് ഈക്വൽ ടു യു കോസ് 45 ഇൻറ്റു എക്സ് ആക്സിസിലാണ്, സോ ഐ ക്യാപ്പ്, പ്ലസ് യു സൈൻ 45 ഇൻറ്റു വൈ ആക്സിസിലാണ്, ജെ ക്യാപ്പ്. യു ബി ഇസ് ഈക്വൽ ടു, അതേപോലെ നമുക്ക് എന്ത് എഴുതാം? യു കോസ് 45 ഇൻറ്റു ഐ ക്യാപ്പ് മൈനസ് യു സൈൻ 45 ഇൻറ്റു ജെ ക്യാപ്പ്. കാരണം അത് താഴോട്ടായതുകൊണ്ട് മൈനസ് വരും. വളരെ സിമ്പിളാണ്, വളരെ ഡയറക്റ്റ് ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് യെസ് മൊമെൻറ്റം കാണണം. ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം കാണാനാണ് ക്വസ്റ്റ്യൻ അല്ലേ? വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ മൊമെൻറ്റം? വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ മൊമെൻറ്റം? ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി ബി മൈനസ് വി എ. സിമ്പിൾ, എം ഇൻറ്റു വി ബി മൈനസ് വി എ. സോ എം ഇൻറ്റു what is VB? U cos 45 I cap minus U sin 45 J cap minus U cos 45 I cap അല്ലേ, പ്ലസ് U sin 45 J cap. യെസ്, ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ ഇതും ക്യാൻസൽ ചെയ്ത് പോകും. സോ വി വിൽ ഗെറ്റ് മൈനസ് എം യു സൈൻ 45 മൈനസ് 2u എന്ന് വരും അല്ലേ? നമുക്ക് ഡയറക്റ്റ് എഴുതാം. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ എന്ത് വരും? എം ഇൻറ്റു മൈനസ് 2u സൈൻ 45. ഓക്കെ, മൈനസ് 2u സൈൻ 45 എന്ന് വരും.
ഓക്കെ, അപ്പോൾ ജെ ക്യാപ്പ് അത് ഡയറക്ഷൻ കാണിക്കുന്ന കമ്പോണൻറ്റ്, അത് അവിടെ കട്ടെ. അപ്പോൾ എന്ത് വരും? -2mu sin 45. ക്ലിയർ ആണോ? കാരണം ഇവിടെ മൈനസ്, ഈ ഒരു മൈനസ്, സിമ്പിൾ ഡയറക്റ്റ് ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് -2 ഇൻറ്റു, സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. നമ്മളോട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ പി മതി. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് എഴുതാം. 2 ഇൻറ്റു മാസ് നമുക്ക് ഗിവൺ ആണ് അല്ലേ. മാസ് 5 ഗ്രാം ആണ്. ശ്രദ്ധിക്കണം, 5 ഗ്രാം ആണ്. അപ്പോൾ 5 ഗ്രാം എന്ന് പറഞ്ഞാൽ 5/1000, 5/1000 ഇൻറ്റു യു ഇസ് 5√2, sin 45 ഇസ് 1/√2. ക്ലിയർ, വളരെ സിമ്പിൾ. ക്ലിയർ ആണ്? ഓക്കെ, √2 ക്യാൻസൽ ചെയ്ത് പോയി, √2 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 5 50, 50 ഡിവൈഡഡ് ബൈ 1000, that is equal to 50 into 10 raised to -3, or we can write it as 5 into 10 raised to -2. So answer is 5 into 10 raised to -2. So x into 10 raised to -2 ആണ് നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 5 into 10 raised to -2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ ബ്രോ, വൈ ഏത് ഭാഗത്താണ് സംശയം? സ്ട്രേഞ്ചർ, യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതാണോ? കമൻറ്റ് ചെയ്യൂ. റെഡി? ഏത് ഭാഗത്താണ് ഡൗട്ട് വന്നിരിക്കുന്നത്? യെസ്, ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആണ്. VV - VA വരും, -2mu sin 45 വരും. അപ്പോൾ 5 into 10 raised to -2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ആൻസർ വരും. സ്ട്രേഞ്ചർ കമൻറ്റ് ചെയ്യാം. ഏത് ഭാഗത്താണ് വൈ? ഓക്കെ, സോ ആൻസർ ഇസ് 5 into 10 raised to -2, x is 5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. From the top of a tower, a ball is thrown vertically upward, which reaches the ground in 6 seconds. A second ball thrown vertically downward from the same position with the same speed reaches the ground in 1.5 seconds. A third ball released from the rest from same location will reach the ground in dash second. വളരെ സിമ്പിളായിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 3 ബോളുകൾ നമ്മളോട് എറിഞ്ഞു എന്നാണ് പറയുന്നത്. യെസ്, നമുക്കിത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് 3 ബോളുകൾ എറിഞ്ഞു. ഒരു ബോൾ മുകളിലേക്കാണ് എറിഞ്ഞത്. ആ ബോൾ എത്തിയത് t = 6 സെക്കൻഡിലാണ്. 6 സെക്കൻഡിലാണ് എത്തിയത്. വേറൊരു ബോൾ താഴേക്ക് എറിഞ്ഞു. ആ ബോൾ എത്തിയത് t = 1.5 സെക്കൻഡിലാണ്. എറിഞ്ഞു കേട്ടോ, ഒരു വെലോസിറ്റിയിൽ എറിഞ്ഞു. ആൻഡ് തേർഡ് ബോൾ ഫ്രീലി ഫാൾ ചെയ്തു. എങ്കിൽ ആ ഫ്രീലി ഫാൾ ചെയ്ത ബോൾ എത്ര ടൈം കൊണ്ടാണ് എത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. 3 ബോളുകളാണ് അവിടെ എന്ത് ചെയ്തത്? നമുക്ക് എറിഞ്ഞത്. ഒരു ബോൾ മുകളിലേക്ക് എറിഞ്ഞു, അത് 6 സെക്കൻഡ് കൊണ്ട് എത്തി. വേറൊരു ബോൾ താഴേക്ക് ഡൗൺവേർഡ് എന്ത് ചെയ്തു? എറിഞ്ഞു, അത് 1.5 സെക്കൻഡിലെത്തി. ആൻഡ് മൂന്നാമത്തെ ബോൾ ഫ്രീലി ഫാൾ ചെയ്തു, അത് എത്ര സമയം കൊണ്ടാണ് എത്തിയത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ അപ്വേർഡ് ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ മുകളിലേക്ക് എറിഞ്ഞ ബോളിൻ്റെ ഇക്വേഷൻ, ഇതിൻ്റെ ഹൈറ്റ് h എന്ന് എടുക്കാം കേട്ടോ. ഓക്കെ, മുകളിലേക്ക് എറിഞ്ഞ ബോളിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? h is equal to നമുക്ക് എന്താ ut plus half at². സോ u into 6 സെക്കൻഡ് അല്ലേ അതിൻ്റെ ടൈം, മൈനസ് പറഞ്ഞാൽ ആക്സലേഷൻ താഴേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആക്സലേഷൻ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ എന്ത് വരും? -12 into g into 6². സോ ദിസ് ഇസ് ഇക്വേഷൻ ഫോർ ദി ബോൾ വിച്ച് ഇസ് ത്രോൺ അപ്വേർഡ്. മുകളിലേക്ക് എറിഞ്ഞ ബോളിൻ്റെ എച്ചിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? u into 6 ut പ്ലസ് ഹാഫ് at²ന് ജീൻ്റെ വാല്യൂ എന്തെടുക്കണം? മൈനസ് എടുക്കണം. കാരണം താഴേക്കാണ് എല്ലാം വന്ന് വീഴുന്നത്, അതുകൊണ്ട് ഈ രീതിയിൽ എടുക്കണം. ആൻഡ് താഴേക്ക് ഡൗൺവേർഡ് എറിഞ്ഞ ബോളിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ഇക്വേഷൻ എന്താ? h is equal to u into, അല്ലെങ്കിൽ യെസ് നമുക്ക് എന്ത് എഴുതാം? -u into 1.5. കാരണം മൈനസ് എടുക്കാനുള്ള റീസൺ എന്താ? മുകളിലേക്കുള്ള ഡയറക്ഷനൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ മൈനസ് എടുക്കണം, കാരണം നമ്മൾ താഴേക്കാണ് ഇവിടെ എറിഞ്ഞത്, ഡൗൺവേർഡ് ആണ് എറിഞ്ഞത്. സോ -u into 1.5 -12 into g into 1.5 whole square എന്ന് വരും. ദിസ് ഈസ് ഇക്വേഷൻ 2. ശ്രദ്ധിക്കേണ്ട കാര്യം,
A ball is thrown vertically upward which reaches the ground in 6 seconds. A second ball is vertically downward from the same position with same speed എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ യു എന്ന് എടുത്തിരിക്കുന്നത്. രണ്ടും യു ആണ് എടുത്തിരിക്കുന്നത്. അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് എടുത്തുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ഒക്കെ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു. സോ മൈനസ് എടുക്കാനുള്ള റീസൺ അതാണ്. ഡൗൺവേർഡ് എറിഞ്ഞത് മൈനസ് താഴത്തേക്ക് ആയതുകൊണ്ട് മൈനസ് എടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. ജി നെഗറ്റീവ് ആയതുകൊണ്ട് എല്ലാ ജീൻ്റെ അവിടെയും നെഗറ്റീവ് എടുക്കണം. സോ ദിസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. ആൻഡ് തേർഡ് ഇക്വേഷൻ എന്ത് വരും? തേർഡ് ഇക്വേഷൻ നമുക്ക് എന്ത് വരും? എച്ച് ഇസ് ഈക്വൽ ടു, പറഞ്ഞ് വളരെ സിമ്പിളാണ്, താഴേക്കാണ് വീഴുന്നത്, യു 0 ആണ്, ഫ്രീലി ഫാളിംഗ് ബോഡിയാണ്. സോ മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ടി ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ആണ്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഈ രണ്ട് ഇക്വേഷനെയും സോൾവ് ചെയ്ത് ഈ മൂന്ന് ഇക്വേഷനെയും സോൾവ് ചെയ്താൽ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസിയാണ്. ഈ മൂന്ന് ഇക്വേഷനെയും സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, എങ്ങനെ സോൾവ് ചെയ്യാം? വളരെ സിമ്പിളാണ്. ഈ രണ്ട് ഇക്വേഷൻ ആദ്യം എടുക്കാം. അത് നമുക്ക് എന്ത് കിട്ടും? അത് രണ്ടിൻ്റെയും എൽ എച്ച് എസ് സെയിം ആണ്. അപ്പോൾ ആർ എച്ച് എസുകൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 6u മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു 6 സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് യു ഇൻറ്റു 1.5 മൈനസ് യു ഇൻറ്റു 1.5 പിന്നെ മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു 1.5 സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഇസ് അവർ ഇക്വേഷൻ. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാം. ഇതിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും? 6u പ്ലസ് 1.5u ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു 1.5 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു 6 സ്ക്വയർ. അപ്പോൾ ഹാഫ് ജി നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 7.5 യു ഇസ് ഈക്വൽ ടു ഹാഫ് ജി കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു 6 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ. സോ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 36 മൈനസ് 2.25 ദാറ്റ് ഈസ് 33.75 എന്ന് വരും. 33.75 6 സ്ക്വയർ 36 36 മൈനസ് 2.25 അത് എത്ര വരും? 33.75 ഇൻറ്റു ജി ബൈ 2 അല്ലേ? ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഈ 7.5 അങ്ങോട്ട് കൊണ്ടുപോയാൽ 7.5 ഇസ് ഈക്വൽ ടു യു എന്ന് വരും. സോ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 7.5 ഇതൊക്കെ കട്ട് ചെയ്ത് പോയാൽ 45/2 എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടും. യുവിൻ്റെ വാല്യൂ ഏകദേശം എത്ര കിട്ടും? 45 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. 45 ഡിവൈഡഡ് ബൈ 2 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ യുവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ മറ്റേ മൂന്നാമത്തെ ഇക്വേഷനും നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാം. അതെന്ത് വരും? മൂന്നാമത്തെ ഇക്വേഷൻ എന്താ? മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. സോ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 6u മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു 6 സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യുക. കാരണം ഇതിൽ നിന്ന് യുവിൻ്റെ വാല്യൂ നമുക്കറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. അപ്പോൾ എന്ത് വരും? യു നമ്മുടെ ഹാഫ് ഇതെന്ന് നെഗറ്റീവ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 6u നെഗറ്റീവ് ആവും, ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു 6 സ്ക്വയർ മൈനസ് 6u എന്ന് വരും. സോ ഫ്രം ഹിയർ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 2/g ഇൻറ്റു ജി ബൈ 2 ഇൻറ്റു 6 സ്ക്വയർ അല്ലേ? 10/2 ഇൻറ്റു 6 സ്ക്വയർ 10/2 ജീൻ്റെ വാല്യൂ 10 ആയിട്ട് എടുക്കാം ഇൻറ്റു 6 സ്ക്വയർ ഇസ് 36 മൈനസ് 6 ഇൻറ്റു യുവിൻ്റെ വാല്യൂ ഇസ് 45 ഡിവൈഡഡ് ബൈ 2. സോ ഹിയർ 3 ടൈംസ് 18. സോ ഹിയർ 2/g ഇൻറ്റു 180 മൈനസ് 135. 45 ഇൻറ്റു 3 ഈസ് 135. സോ 2/g ഇൻറ്റു 180 മൈനസ് 135. അപ്പോൾ എന്ത് വരും? ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2/g ഇൻറ്റു 45 that is equal to 2/10 into 45 that is equal to 90 divided by 10 that is equal to 9. Therefore t is equal to root 9 that is equal to 3. Answer is 3 seconds. 3 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ആൻസറിലേക്ക് 3 സെക്കൻഡ് എന്നുള്ളൊരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. 3 സെക്കൻഡ് കൊണ്ട് പറ്റില്ല, കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ് ഇസ് അവർ ആൻസർ. വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് ആണ്. കിനമാറ്റിക്സ് എന്ന് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി? അപ്പോൾ ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? യെസ്. Both the diodes used in the circuit shown are assumed to be ideal and have negligible resistance. When these are forward biased, built-in potential in each diode is 0.7 volt. For the input voltages shown in the figure, the voltage at point A is. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെയാണ് കൊടുക്കുന്നത്, അത് 12.7 വോൾട്ടാണ്. ഓരോ ഡയോഡിൻ്റെയും പൊട്ടൻഷ്യൽ 0.7 വോൾട്ട് എന്ന് ഗിവൺ ആണ്. നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ഈ ഡയോഡ് എന്തിലായിരിക്കും, ഫോർവേഡ് ബയസിലായിരിക്കും, ആൻഡ് ഈ ഡയോഡ് റിവേഴ്സ് ബയസിലായിരിക്കും. റിവേഴ്സ് ബയസിലുള്ള ഡയോഡിൻ്റെ നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കണക്കാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണോ കൊടുത്തത് മൈനസ് ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഓഫ് ദിസ് ഡയോഡ്, ഏത് ലെഫ്റ്റ് സൈഡിലുള്ള ഡയോഡ്, അത് എത്രയാ 0.7 ആണ്. അതാണ് നമുക്ക് എന്ത് വരിക, നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിലെ വോൾട്ടേജ് ആയിട്ട് വരിക. അപ്പം ഇത്രയേ ഉള്ളൂ. റൈറ്റ് സൈഡിലുള്ള ഡയോഡ് എന്ത് ബയസിലാണ്, റൈറ്റ് സൈഡ് ഡയോഡ് എന്ത് ബയസിലാണ്, അത് റിവേഴ്സ് ബയസ്ഡ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ഡയോഡ് എന്തിലാണ്, ഫോർവേഡ് ബയസിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻപുട്ട് വോൾട്ടേജ് നിന്ന് അതിൻ്റെ ബയസ്ഡ് വോൾട്ടേജ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇവിടെ വരുന്ന ആൻസർ എത്രയാണ്, 12 വോൾട്ട് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇവിടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഡയോഡ് ഏത് ബയസ്ഡ് ആണ്, റിവേഴ്സ് ബയസ്ഡ് ആണ്. മറ്റേ ഡയോഡ് എന്ത് ബയസ്ഡ് ആണ്, ഫോർവേഡ് ബയസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, 12.7 എന്ന് നമ്മൾ കൊടുത്ത ഇൻപുട്ട് വോൾട്ടേജ് അതിൻ്റെ ഡയോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. ഈസി ആയിട്ട് നമുക്ക് കിട്ടും. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഗിവൺ ഡാറ്റ ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദ ന്യൂക്ലിയസ് ഓഫ് അലുമിനിയം. എനർജി റിക്വയർഡ് ടു ബ്രേക്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി ദാറ്റ് ഈസ് കോൾഡ് എസ് ബൈൻഡിങ് എനർജി. ഒരു ന്യൂക്ലിയസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ബൈൻഡിങ് എനർജി എന്ന് വിളിക്കുക. ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ഡെൽറ്റ എം ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. വാട്ട് ഈസ് ഡെൽറ്റ എം, സെഡ് എം പി പ്ലസ് എ മൈനസ് സെഡ് ഇൻറ്റു എം എൻ മൈനസ് എം. സോ ദിസ് ഈസ് ആക്ച്വലി ഡെൽറ്റ എം ഇൻറ്റു എന്ത് വരും, ഇൻറ്റു 931 വരും. ദാറ്റ് ഈസ് അവർ ആൻസർ. സോ ഹിയർ എല്ലാം തന്നിട്ടുണ്ട്, സെഡ് തന്നിട്ടുണ്ട്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസറിലേക്ക് എത്താം. ഹിയർ സെഡ് തന്നിട്ടില്ലേ, സെഡ് തന്നിട്ടുണ്ട്. ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു, ഓക്കെ ഞാൻ ഒന്നുകൂടി എഴുതി, എന്താ ഇക്വേഷൻ, സെഡ് എം പി പ്ലസ് എ മൈനസ് സെഡ് ഇൻറ്റു എം എൻ മൈനസ് എം. ദിസ് ഈസ് അവർ മാസ് ഡിഫക്റ്റ്. സോ ഹിയർ സെഡ് ഇസ് എ എൽ ആണ് അല്ലേ. എ എൽ എന്ന് പറയുമ്പോൾ സെഡിൻ്റെ വാല്യൂ എത്രയാ, 13 ആണ്. 13 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ ഇസ് ഗിവൺ as 1.0076 അല്ലേ, 1.00726. ഓക്കെ 726 പ്ലസ് എ മൈനസ് സെഡ് 27 മൈനസ് 13, 27 മൈനസ് 13 ഇൻറ്റു എം എൻ. എം എൻ എത്രയാ, മാസ് ഓഫ് ന്യൂട്രോൺ, മാസ് ഓഫ് ന്യൂട്രോൺ ഇസ് 1.00866 യു ആണ്, 86 യു ആണ്, ഇൻറ്റു എം എൻ. ഓക്കെ എം എൻ കഴിഞ്ഞു, മൈനസ് എം. മാസ് ഓഫ് അലുമിനിയം ന്യൂക്ലിയസ് എത്രയാ, 27.188 ആണ്, 27.188. ഇത് മാസ് ഡിഫക്റ്റ് ആയി, ഇത് മാസ് ഡിഫക്റ്റ് ആയി. ഇതിൻ്റെ വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ്ലി വരുന്നത് 27 ഓക്കെ 27 ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക, 21562 മൈനസ് 27.188 വരും. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 0.02716 ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വാല്യൂ കിട്ടും. ഇതാണ് മാസ് ഡിഫക്റ്റ് വരിക. മാസ് ഡിഫക്റ്റ് കണ്ടുപിടിച്ചാൽ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഡെൽറ്റ എം ഇൻറ്റു 931 ചെയ്താൽ മതി. 0.02716 ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ ജൂളിലായിരിക്കണം വേണ്ടത്. അപ്പോൾ മെഗാ ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ ജൂളിലേക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്തിൽ ചെയ്താൽ മതി, ഇൻറ്റു സി സ്ക്വയർ ചെയ്താൽ മതി. സി സ്ക്വയർ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇൻറ്റു സി സ്ക്വയർ, ജസ്റ്റ് ഇൻറ്റു സി സ്ക്വയർ. സി ഈസ് 9 ഇൻറ്റു 10 റേസ് ടു 3 ഇൻറ്റു 10 റേസ് ടു 8 സ്ക്വയർ, 9 ഇൻറ്റു 10 റേസ് ടു 16 ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അവർ ആൻസർ ഇസ് 27.16 ഇൻറ്റു 10 റേസ് ടു -3. സോ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇൻറ്റു സി സ്ക്വയർ ചെയ്താൽ നമുക്ക് ജൂള് കിട്ടും, ഇൻറ്റു 931 ചെയ്താൽ നമുക്ക് മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഹിയർ ജൂളിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഇസ്, കാരണം ഇവിടെ assume 1U corresponds to x ജൂൾ. സോ ജൂളിലായിരിക്കണം നമുക്ക് ആൻസർ വരേണ്ടത്. സോ ജൂളിലുള്ള ആൻസർ ഇതാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്യുക, നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ യെസ്, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നമുക്ക് ലാസ്റ്റ് വരുന്ന ക്വസ്റ്റിനിലേക്ക് പോവാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. For z is equal to a square x cube y raised to 1/2 where a is a constant എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ a നെ ഒഴിവായിക്കും. If percentage error in the measurement of x and y are 4% and 12% respectively, എക്സിലും വൈയിലുള്ള പെർസെൻറ്റേജ് എറർ 4% 12% ആണെങ്കിൽ പെർസെൻറ്റേജ് എറർ ഇൻ z ഡെൽറ്റ z ബൈ
സെഡ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു, കോൺസ്റ്റൻറ്റുകളെ ഒന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ ചേഞ്ച് എപ്പോഴും 0 ആയിരിക്കും. എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ പവർ 3 വരും. 3 ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 പ്ലസ് വൈ 1 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഡെൽറ്റ വൈ ബൈ വൈ ഇൻറ്റു 100. സോ ആൻസർ ഈസ് വളരെ സിമ്പിളാണ്. എന്ത് വരും? 3 ഇൻറ്റു എക്സിലെ പെർസെൻറ്റേജ് 4 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു വൈയിലെ പെർസെൻറ്റേജ് 12 ആണ്. ആൻസർ ഈസ് 12% പ്ലസ് ഹാഫ് 6%. ആൻസർ ഈസ് 18%. നമ്മുടെ ആൻസർ എന്താണ്? 18% നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. സോ ഇതിലെ മാക്സിമം ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ചോദിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. ചുരുങ്ങിയ സമയത്ത് നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു. കുറച്ച് ടൈറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ വർക്കൗട്ട് ചെയ്ത് വൃത്തിയായിട്ട് പഠിക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? കുറേ ഐഡിയാസ് കിട്ടും. തിയറി പഠിച്ചിരിക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. ഗുഡ് നൈറ്റ്. താങ്ക് യു. ബൈ.